وعلم آدم الأسماء كلها ثم عرضهم على الملائكة. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇൽമ പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ഇൽമ പഠിപ്പിച്ചു കൊടുത്തു പഠിച്ചോൻ. എന്നിട്ടാണ് മഹാന്മാരായ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. വലിയൊരു ഗ്രൗണ്ടിൽ മലക്കുകൾ ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ആദ്യത്തെ ഒരു മനുഷ്യ സൃഷ്ടിപ്പിലെ ആദ്യത്തെ പ്രൊഡക്റ്റാണ് ആദം നബി. ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഏതൊരാളും അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യും. ഒരു ക്ലബ്ബ് അവരുടെ മെയിൻ കളിക്കാരനെ മാർക്കറ്റ് ചെയ്യും. അത് സ്വാഭാവികമാണ്. അതവരുടെ ബിസിനസിന്റെ ഭാഗമാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ 400 കോടി കൊടുത്തിട്ടാണ് ഒരു ഫുട്ബോൾ കളിക്കാരനെ സൗദിയിലുള്ള ഒരു ക്ലബ്ബ് വാങ്ങിക്കുന്നത്. ആ 400 കോടി നമ്മൾ ചിന്തിക്കും, കുറച്ച് 400 കോടിക്ക് ഈ മനുഷ്യന് കൊടുക്കുകയെന്ന്. അങ്ങനെ ആ 400 കോടി അവരെങ്ങനെയാ സമ്പാദിക്കുക? അവരെ മാർക്കറ്റ് ചെയ്യലോടുകൂടി, ഓരോ ജേഴ്സി വിറ്റഴിക്കലോടുകൂടി അവരുദ്ദേശിക്കുന്ന 400 കോടി അവർക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പൊ ഏതൊരാളും അവരുടെ പ്രൊഡക്റ്റിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യും. അള്ളാഹു മാർക്കറ്റ് ചെയ്യാണ് അള്ളാഹുവിന്റെ പ്രൊഡക്റ്റിനെ മലക്കുകളുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താ? ഒരു കളിക്കാരന് നല്ല സ്കിൽ ഉണ്ടാകും, ഡ്രിബ്ലിംഗ് സ്കിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഫിനിഷിംഗ് സ്കിൽ ഉണ്ടാവും. അള്ളാഹുവിന്റെ പ്രൊഡക്റ്റിന് ഒരു സ്കില്ല് വേണം. മലക്കുകളിൽ നിന്ന് വിഭിന്നമായിട്ടൊരു സ്കില്ല് വേണം. ആ സ്കില്ലായിരുന്നു ഇൽമ് എന്നുള്ളത്. മലക്കുകൾക്ക് അതില്ലായിരുന്നു. അങ്ങനെ അല്ലാഹു തആല മഹാന്മാരായ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് നിസ്കരിക്കാൻ അറിയുമോ എന്നല്ല, നിങ്ങൾക്ക് ദിക്ർ ചൊല്ലാൻ അറിയുമോ എന്നല്ല, സുജൂദ് ചെയ്യാൻ കഴിയുമോ എന്നല്ല. മലക്കുകളോട് അല്ലാഹു പറയുന്നത് ഇവിടെ കാണുന്ന ഓരോ വസ്തുക്കളുടെ പേര് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ്. പേര് പറയാൻ കഴിയുമോ എന്ന് ഓരോ വസ്തുക്കളെയും അല്ലാഹു കാണിച്ചു കൊടുത്തു. മലക്കുകൾ പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങൾക്കതിന്റെ പേരറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ ഇൽമില്ല എന്നർത്ഥം. അപ്പോഴാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത്, യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം, നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ അവർക്ക്. നിങ്ങൾക്കറിയാലോ അതിന്റെ പേരുകളൊക്കെ. മഹാനായ ആദം നബി അലൈഹിസ്സലാം ഓരോന്നിന്റെ പേരും മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് മഹാന്മാരായ മലക്കുകൾ അന്താളിച്ചു നിൽക്കുന്നത്. ഇന്നലെ ഇപ്പൊ സൃഷ്ടിച്ച ഒരു മനുഷ്യന് ഞങ്ങളെക്കാളും കൂടുതൽ ഇൽമ്. അപ്പൊ അല്ലാഹു എന്താ പറഞ്ഞത്? മഹാന്മാരായ മലക്കുകളോട് അല്ലാഹു പറഞ്ഞത് ആദം നബിയുടെ കാലിൽ വന്ന് സുജൂദ് ചെയ്യാനാണ്. ആദം നബിയുടെ കാൽക്കൽ വന്ന് സുജൂദ് ചെയ്യാനാണ്. ആരാണ് മലക്കുകൾ? ആരാണ് ആദം നബി? മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ കുറിച്ചല്ലാതെ അവർ ചിന്തിച്ചിട്ടേയില്ല. അവരെ കുറിച്ചാണ് ആബിദീങ്ങൾ എന്ന് പറയുന്നത്. ആബിദീങ്ങളാണവർ. മലക്കുകൾ ആബിദീങ്ങളാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ലാത്ത, ഒരു ഇബാദത്ത് പോലും ചെയ്തിട്ടില്ലാത്ത മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു. മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആബിദീങ്ങളെക്കാളും മുകളിലാണ് ആലിമീങ്ങൾ. ആലിമായ ആദം നബിയുടെ മുമ്പിലാണ് മലക്കുകൾ സുജൂദ് ചെയ്യുന്നത്. സുജൂദ് ചെയ്യാനുള്ള കാരണം ആദം നബിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർക്കില്ലാത്ത പ്രത്യേകത. അതാണ് ഇൽമ്. അതാണ് ഇൽമ്. പക്ഷെ ഇൽമുണ്ടായിട്ട് കാര്യമില്ല. അറിവുള്ളത് കൊണ്ടും നമ്മൾ രക്ഷപ്പെടൂല. തിരിച്ചറിവുണ്ടാവണം. അറിവുള്ളത് കൊണ്ട് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടണമായിരുന്നു. ഇൽമുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. മലക്കുകളുടെയൊക്കെ ഉസ്താദ് ഉണ്ടായിരുന്നു അവിടെ. ഇബ്ലീസിന് ഇൽമുണ്ടായിരുന്നു, പക്ഷേ തിരിച്ചറിവുണ്ടായില്ല. ഇബ്ലീസിന് തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്കിന്ന് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. ഇബ്ലീസിനെന്ന് തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ പോരാടുന്നതൊക്കെ ആരോടാ? ഇബ്ലീസിനോടാ ഈ പോരാട്ടമൊക്കെ. അയാൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നു, നമ്മൾ പറയും നമ്മൾ വരുന്നില്ല. ഈ പോരാട്ടമൊക്കെ ഇബ്ലീസിനോടാണ്. അന്ന് അയാൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇബ്ലീസ് എന്താ വിചാരിച്ച്? സുജൂദ് ചെയ്താൽ ഞാൻ ചെറുതായി പോകുമെന്ന്. അത് തിരിച്ചറിവില്ലാഞ്ഞിട്ടാണ് അങ്ങനൊരു തോന്നൽ വന്നത്.
മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ കാൽക്കൽ വീണതുകൊണ്ട് ഇബ്ലീസിനൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ തിരിച്ചറിവില്ല എന്ന കാരണത്താലാണ് ലോകാവസാനം വരെ, ലോകാവസാനത്തിന്റെ ശേഷവും ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി മാറിയത്. ശപിക്കപ്പെട്ടവൻ ഇൽമുണ്ട്, തിരിച്ചറിവില്ല. അപ്പോഴാണ് ഒരാൾ ശപിക്കപ്പെടുക. നമ്മളങ്ങനെ ഇൽമുണ്ട്, തിരിച്ചറിവില്ലെങ്കിൽ നമ്മളും ശപിക്കപ്പെടും. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഫ്ളലുൽ ഇൽമി, ഇൽമിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇൽമ്, എഡ്യൂക്കേഷനിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും ഉയർന്ന എഡ്യൂക്കേഷൻ, ഇൽമ്, വിവരം, അറിവ് എന്നൊക്കെ പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും ഇടപെടാനുള്ള ഒരു കഴിവാണ്. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉദാഹരണം പറഞ്ഞാല് ഒരു നിക്കാഹിന്റെ സദസ്സ്, എല്ലാവരും പല വിദൂരമായ സ്ഥലത്ത് നിന്ന് എളിയ ക്ഷണം സ്വീകരിച്ച് നിക്കാഹിന്റെ സദസ്സിലേക്ക് വരും. നിക്കാഹിന്റെ സദസ്സിലേക്ക് വരുന്നത് ഇപ്പൊ ചോറ് കിട്ടായിട്ടോ വിശക്കുന്നതായിട്ടൊന്നല്ല ആരും ഇന്ന് കല്യാണത്തിന് പോകുന്നത്. പോയില്ലെങ്കിൽ ചൊടിക്കൂന്ന് വന്നിട്ടാണ്. ഇന്ന് ചോറ് കിട്ടാത്ത പ്രശ്നം ആർക്കില്ല. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ ദിവസവും നമ്മൾ കഴിക്കുന്നുണ്ട്. ഇനി മട്ടൻ ബിരിയാണി ആഗ്രഹിച്ചിട്ടൊന്നല്ല ഇന്ന് ആരും കല്യാണത്തിന് പോകുന്നത്, ചൊടിക്കോ എന്ന ഭയപ്പാടിലാണ്. അതിനിടയിൽ പല തിരക്കും പല ആൾക്കുണ്ട്. ഇത് കഴിഞ്ഞ് വേറൊരു കല്യാണത്തിന് പോകണം, വേറൊരു പ്രോഗ്രാമിന് പോകണം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആ സമയത്താണ് തിരക്ക് പിടിച്ചൊരു കല്യാണത്തിന് വന്ന് നിക്കാഹിന് വന്ന് നിക്കാഹിന്റെ ഖുതുബ കഴിഞ്ഞ് സ്വീക കഴിഞ്ഞ് രണ്ടുപേരും കയ്യെല്ലാം കൊടുത്തതിന് ശേഷം ഉസ്താദിനോട്, ഏതെങ്കിലും ഒരു ഉസ്താദിനോട് കുറച്ച് ദുആർക്കാൻ പറയുമ്പോൾ അയാളുണ്ടാകും ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ. ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും വിളിക്കും, അള്ളാന്റെ 99 പേരും വിളിക്കും, മരിച്ച മയ്യത്തിന് വേണ്ടി ദ്വാരക്കും. നിക്കാഹിന്റെ സദസ്സിൽ മരണപ്പെട്ടു പോയ എല്ലാ അമ്പാത്തിനും ദ്വാരക്കും. മയ്യത്തിന് ദ്വാരക്കണ്ടാന്നോ ഔലിയാക്കന്മാരെ വിളിക്കണ്ടാന്നോ ഒന്നുമല്ല, പക്ഷെ സാഹചര്യം പരിഗണിക്കണം. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ. അവിടുത്തെ സാഹചര്യം എന്താ? ദുആഇനൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ് ക്രൈറ്റീരിയ? ഹംദ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. ഇത് കഴിഞ്ഞിട്ട് സാഹചര്യം എന്താണ്? നിക്കാഹിന്റെ സദസ്സാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ബാറകല്ലാഹു ലക്കുമാ, അല്ലെങ്കിൽ ബാറകല്ലാഹു ലക് വബാറക അലൈക് വജമഅ അല്ലാഹു ബൈനകുമാ ഫീ ഖൈർ. എന്നിട്ട് വേണമെങ്കിൽ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന. അഥവാ ആ സാഹചര്യത്തിനനുസരിച്ച് വളരെ ചുരുങ്ങിയ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് വേഗം ആളുകളെ ഭക്ഷണം കഴിക്കാൻ ഡിസ്പ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി ഒരു അധ്യാപകൻ നോക്കും നമ്മൾ. അധ്യാപകനാകുന്നത് ഇൽമില്ലാഞ്ഞിട്ടല്ല, വിവരമില്ലാഞ്ഞിട്ടല്ല. ആണോ? ഒരു PhD എടുത്ത അധ്യാപകൻ ഡോക്ടറേറ്റ് വാങ്ങണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട്. ഡോക്ടറേറ്റ് വാങ്ങിച്ചൊരു അധ്യാപകൻ ഏതെങ്കിലും സ്കൂളിൽ ജോലി ചെയ്യുന്നു സങ്കല്പിക്കുക. കുറെ കാലം കഴിഞ്ഞ് പത്രത്തിൽ ഒരു വാർത്ത വരുന്നു, അധ്യാപകൻ പഠിപ്പിച്ചു എന്നല്ല പീഡിപ്പിച്ചു എന്ന വാർത്ത. വിവരമില്ലാഞ്ഞിട്ടാണോ ആ പീഡനം നടക്കുന്നത്? അറിവില്ലാഞ്ഞിട്ടാണോ ആ പീഡനം നടക്കുന്നത്? അല്ല, തിരിച്ചറിവില്ലാഞ്ഞിട്ടാണ്. തിരിച്ചറിവില്ലാതിരിക്കുമ്പോഴാണ് പഠിപ്പിക്കുന്നതിന് പകരം പീഡനം നടക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അറിവ് മാത്രം ഉണ്ടായത് കൊണ്ട് ആരും രക്ഷപ്പെടില്ല. തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവണം. ആ തിരിച്ചറിവ് എങ്ങനെയാണ് ഉണ്ടാവുക? പരിശുദ്ധമായ ഖുർആൻ ചിന്തിക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. മഹാന്മാരായ മുൻകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഓരോ മാസങ്ങളിലും ഒരു ഖത്തം ഖുർആൻ ഓതിയിരുന്നവരല്ല, ഒരു ദിവസത്തിൽ ഒരു ഖത്തം ഓതിയിരുന്നവരാണ്. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ ഒരു ദിവസത്തിൽ ഒരു ഖത്തം ഓതാറുണ്ട്. റമളാനായാൽ ഒരു ദിവസത്തിൽ 2 ഖത്തം ഓതാറുണ്ട്. അതുപോലെ ഒരു ദിവസത്തിൽ 4 ഖത്തം ഖുർആൻ ഓതിയവരുണ്ട്. 8 ഖത്തം ഖുർആൻ ഒരു ദിവസത്തിൽ ഓതിയവരുണ്ട്. ഇതൊന്നും തമാശയല്ല. നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ നടക്കുമോ? അത് അല്ലാഹു ചില ആളുകൾക്ക് നൽകുന്ന ബറക്കത്താണ് പ്രിയപ്പെട്ടവരെ, സമയത്തിൽ നൽകുന്ന ബറക്കത്താണ്. ഇതൊന്നുമല്ല വിഷയം. ആ ഒരു ഖത്തം ഒരു ദിവസത്തിൽ ഓതുമ്പോഴും 2 ഖത്തം ഒരു ദിവസത്തിൽ ഓതുമ്പോഴും അവർക്ക് പ്രത്യേകമായൊരു ഖത്തമുണ്ട്. ആ ഖത്തം എന്താണെന്നറിയോ? തദബ്ബുറുൽ മആനി, അർത്ഥം ആലോചിച്ചു കൊണ്ടോതുന്ന വേറെത്തന്നൊരു ഖത്തുണ്ടാകും അവർക്ക്. റമളാനായാൽ 3 ഖത്തം വളരെ വേഗത്തിൽ ഓതി തീർത്താൽ, ഒരു ഖത്തം നമ്മൾ അർത്ഥം ആലോചിച്ചോതേണ്ട ഒരു ഖത്തുണ്ട്, ഒരു 5 ആയത്ത്. അതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ ആലോചിക്കണം. അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച്, ആശയങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. അപ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്. ആ തിരിച്ചറിവാണ് തൗഫീഖ് എന്ന് പറയുന്നത്. വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി,
ഒരു മഹല്ലിൽ ഉസ്താദിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും, ഉസ്താദിനെ പ്രതികൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഉസ്താദ് എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് മഹല്ലിൽ നിന്ന് പിരിഞ്ഞു പോകണം. അതാണ് ഇതിന്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഒരു മഹല്ലിൽ നാട്ടുകാർ രണ്ട് വിഭാഗമായി, ഒരു വിഭാഗം ആളുകൾ ഉസ്താദ് വേണമെന്ന് പറയുന്നു, വേറൊരു വിഭാഗം ആളുകൾ ഉസ്താദ് വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടുത്തെ തിരിച്ചറിവ് എന്താണ്? ഞാൻ കാരണം ഈ നാട് ഭിന്നിക്കാൻ പാടില്ല, ഞാൻ പോകട്ടെ, ഞാൻ പോയാലും നാടൊന്നിച്ചാൽ മതി. അതാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വിഭാഗീയതയുണ്ടായാലും എനിക്കെന്റെ ജോലി നിലനിൽക്കണം എന്ന് പറഞ്ഞ് ജോലിയിൽ വാശി പിടിക്കലാണ് തിരിച്ചറിവില്ല എന്നതിന്റെ ഉദാഹരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരണം ഒരു വിഭാഗീയത ഉണ്ടാവാൻ പാടില്ല, നമ്മൾ കാരണം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഒരു ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. ഇത് ഉസ്താദുമാരുടെ മാത്രം ഉദാഹരണമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു സംഘടനയുടെ, ഒരു ജമാഅത്തിന്റെ എല്ലാ മേഖലയിലും ഞാനൊന്ന് മാറി നിന്നാൽ അവിടെ ഐക്യമുണ്ടാകുമെങ്കിൽ അതാണ് ഖൈറ് എന്ന് ചിന്തിച്ച് മാറി നിൽക്കാനുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, കുഞ്ഞിന് മാഷൊക്കെ പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ആ ഒരു വളച്ചിലല്ല നമ്മൾക്ക് വേണ്ടത്, വിളച്ചിലാണ്. വിളയണം, ഫലഭൂയിഷ്ടമായ ആളുകളായി നമ്മൾ മാറണം. വായിക്കാതെ വളരുമ്പോഴാണ് നമ്മൾ വളഞ്ഞവരാകുന്നത്. വായിച്ച് വളരുമ്പോഴാണ് നമ്മുടെ വായിൽ നിന്ന് വിസ്ഡം വരുന്നത്, ഹിക്മത്തുകൾ വരുന്നത്, മനോഹരമായ ആശയങ്ങൾ ഉണ്ടാവുന്നത്. വായിക്കാതെ വളരുന്നു എന്നതാണ് ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. വായനയോട് ആർക്കും താല്പര്യമില്ല. പുസ്തകങ്ങളുടെ മുമ്പിൽ മുഖം തിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, പുസ്തകങ്ങൾ വായിച്ചു പരിചയമില്ല. എല്ലാവരും സ്ക്രീനിന്റെ മുന്നില്, എല്ലാവരും മൊബൈൽ ഫോണിന്റെ മുന്നില്, എല്ലാവരും ടിവിയുടെ മുമ്പില്. എത്ര വീഡിയോകൾ കാണാനും തയ്യാറ്, എന്നാൽ ഒരു പേജ് പുസ്തകം വായിക്കാൻ ആർക്കും സമയമില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഈ സമൂഹം വളഞ്ഞു പോകുന്നത്. വളയാൻ പാടില്ല, വിളയണം. വിളക്കൂറുള്ള മണ്ണാവണം നമ്മള്, ഫലഭൂയിഷ്ടമായ മണ്ണാവണം നമ്മുടെ മണ്ണ്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. വളഞ്ഞ മണ്ണും വിളവുള്ള മണ്ണും രണ്ടും രണ്ടാണ്. ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. വൽബലദു ത്വയ്യിബു എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമായ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വിളയുള്ള മണ്ണ്, ഫലഭൂയിഷ്ടമായ മണ്ണ്. യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, അവരിൽ നിന്നാണ് നല്ല മക്കൾ ഉണ്ടാകുന്നത്. നല്ല വിളവുള്ള മണ്ണിൽ നിന്ന് നല്ല കൃഷി ഉണ്ടാകുന്നത് പോലെ വിസ്ഡമുള്ള, ഹിക്മത്തുള്ള, എഡ്യൂക്കേറ്റഡ് ആയ, തിരിച്ചറിവുള്ള പാരന്റ്സിൽ നിന്ന് നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള മക്കൾ ഉണ്ടാകും. നേരെ മറിച്ച് മറ്റേതോ വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ, പീഠഭൂമിയിൽ നിന്ന് പാഴ്മരങ്ങളെ ഉണ്ടാവുള്ളൂ. വിവരമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, തിരിച്ചറിവില്ലാത്ത, പരിസരബോധമില്ലാത്ത, വായനയില്ലാത്ത, പഠിക്കാനുള്ളൊരു ശ്രമം പോലുമില്ലാത്ത പാരന്റ്സിൽ നിന്ന് സമൂഹത്തിന് ഉപകാരമില്ലാത്ത മക്കളാണ് ജനിച്ചു വീഴുക. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാനുള്ള കാരണം, നമ്മൾ ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഇതുപോലെയുള്ള വാദകൾ സംഘടിപ്പിക്കാറുള്ളത്. ദൗർഭാഗ്യമെന്ന് പറയണം, ദൗർഭാഗ്യമെന്ന് പറയണം. 10 ദിവസം വഅദ് സംഘടിപ്പിച്ചാൽ പോലും ഒരു ദിവസം പോലും വഅദിന്റെ സദസ്സിലിരിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർ, വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, ആ പ്രകാശം, ആ ഒരു ഇൽമിന്റെ സൗഭാഗ്യം ലഭിക്കാൻ അവർക്ക് ഭാഗ്യമില്ല എന്ന് മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ സൗഭാഗ്യമില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. പാരന്റ്സ് ആണിത് നിയന്ത്രിക്കേണ്ടത്, രക്ഷിതാക്കളാണിത് നിയന്ത്രിക്കേണ്ടത്. അപ്പൊ ചന്തക്ക് പോവണ്ടേ? പോണം, കുറച്ച് നേരത്തെ വരണം. പോണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് നേരത്തെ വരണം. അല്ലെങ്കിൽ വാല് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചന്തയിലൊക്കെ കറങ്ങി മിഠായിയൊക്കെ തിന്നിട്ട് പോയാൽ മതി. ചന്ത വേണം, ചന്ത വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതാണ് ഇവിടുത്തെ കോർ, ഇവിടുത്തെ പ്രധാനപ്പെട്ട അജണ്ട ഇതാണ്, വാലാണ്, വേറൊന്നുമല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു,
ലോകാവസാനം സംഭവിക്കുന്നത് നന്മ കൊണ്ട് കൽപ്പിക്കുന്നതും തിന്മ തടയുന്നതും അവസാനിക്കുമ്പോഴാണ്. കുടിയനായൊരു മനുഷ്യൻ സ്വന്തമായി കള്ളു കുടിക്കുമ്പോ തൊട്ടപ്പുറത്തുള്ള മനുഷ്യനോട് കുടിക്കരുത് എന്ന് പറയണമെന്ന് പഠിപ്പിച്ച മതാണിത്. നമ്മൾ പറയും, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്തിനാ കൽപ്പിക്കുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫഅലൂൻ. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് വെച്ച് നിങ്ങൾ തെറ്റു ചെയ്ത് മറ്റുള്ളവരെ ഉപദേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ശേഷം ആർക്കാണ് ഇവിടെ വഅദ് പറയാൻ അവകാശമുള്ളത്? നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം തെറ്റു ചെയ്യാത്ത ഒരാളെ നിങ്ങൾ കാണിച്ചു തരണം. മഅസൂമായ ഒരാളെ കാണിച്ചു തരണം. മഅസൂം എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു തവണ പോലും തെറ്റ് വരാൻ സാധ്യതയില്ലാത്തവർ, തെറ്റിൽ നിന്ന് അല്ലാഹു സംരക്ഷണം നൽകുന്നവർ. ആരാണവർ? അവസാനത്തെ വ്യക്തി ഹബീബായ നബി തങ്ങളാണ്. അതിനുശേഷം ഒരു മഅസൂം ഇന്ന് വരെ വന്നിട്ടില്ല. തെറ്റിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന ഒരാളും ഇന്ന് വരെ വന്നിട്ടില്ല. അതിനുശേഷമുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അതിനുശേഷമുള്ള ആളുകളുടെ അവസ്ഥ, അവർ തെറ്റ് ചെയ്യും, അവർ തൗബ ചെയ്യും. ഇന്നല്ലാഹ യുഹിബ്ബുശ്ശാബത്തായിബ്. തൗബ ചെയ്യുന്ന യുവാക്കളെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്യും, അവർ തൗബ ചെയ്യും, പിന്നെയും അവർ തെറ്റ് ചെയ്യും, പിന്നെയും അവർ തൗബ ചെയ്യും. തെറ്റിൽ തന്നെ വ്യാപൃതരാവാതെ, തെറ്റിൽ തന്നെ മുഴുകാതെ നിരന്തരമായി തൗബ ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളുകളെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ന് മാത്രമല്ല, നബി തങ്ങൾ മറ്റൊരു ഹദീസും കൂടി പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹ്. തെറ്റിൽ നിന്നൊരാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അയാൾ തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ തെറ്റു ചെയ്യാത്തവനെ പോലെയാണ്. അപ്പൊ തെറ്റ് മനുഷ്യന്റെ ഭാഗത്തൊക്കെ വരും. ആ തെറ്റ് വരും, അതെപ്പോ നബി തങ്ങളുടെ കാലശേഷമുള്ള എല്ലാവർക്കും വരും. അങ്ങനെ വന്നാൽ ആർക്കാണ് ഇവിടെ വഅദ് പറയാൻ, ആർക്കാണ് ഇവിടെ ഉപദേശിക്കാൻ അവകാശം ഉണ്ടാവുക? എല്ലാവരും തെറ്റുകാരാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ. ഇത് ഹബീബായ നബി തങ്ങളുടെ ഹദീസല്ലയോ? കുല്ലു ബനി ആദമ ഖത്താഉൻ. എല്ലാ ആദം സന്തതികളും തെറ്റുകാരാണ്. ഞാൻ പറഞ്ഞതല്ല, എന്റെ ഇഷ്ടപ്രകാരം ഞാൻ കൂട്ടിച്ചേർത്തതല്ല. ഹബീബായ നബി തങ്ങളുടെ ഹദീസാണിത്. കുല്ലു ബനി ആദമ ഖത്താഉൻ. എല്ലാ ആദം സന്തതികളും തെറ്റുകാരാണ്. എന്നാൽ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. തെറ്റുകാരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരിശുദ്ധമായ ദീനിന്റെ ആശയം എന്ന് പറയുന്നത്, കള്ളുകുടിയൻ കള്ളു ഷാപ്പിൽ വെച്ച് കള്ളു കുടിക്കുമ്പോ തൊട്ടപ്പുറത്തുള്ള കുടിയനോട് അരുത് എന്ന് പറയണം. അരുത് എന്ന് പറയണം. വ്യഭിചാരി മറ്റൊരു വ്യഭിചാരിയോട് അരുത് എന്ന് പറയണം, നോ എന്ന് പറയണം. എന്തുകൊണ്ടാണ് ബനൂ ഇസ്രായേലിലുള്ള പണ്ഡിതന്മാരെ അള്ളാഹു ശപിക്കാനുള്ള കാരണം തെറ്റു കണ്ടാൽ അവർ തിരുത്താറില്ല. ആര് തെറ്റ് ചെയ്താലും മിണ്ടാണ്ടിരിക്കാൻ കാരണമുണ്ട്. തെറ്റു തിരുത്താൻ പോയാൽ ഉടനെ ഒരു ഡയലോഗ് കേൾക്കും. എന്താണ് ആ ഡയലോഗ്? ഇങ്ങള് തന്ത വൈബാണ്, അല്ലെ? തെറ്റുപദേശിക്കാൻ പോയാൽ മക്കൾ പറയും, നിങ്ങൾ തന്ത വൈബാണ് നിങ്ങൾക്ക്. ഇത് കേട്ടാൽ ആരെങ്കിലും ഉപദേശിക്കോ? എന്തിനാണ് നമ്മൾ ഈ താടിമുടിയൊക്കെ കറുപ്പിച്ചെടുക്കുന്നത്? തന്ത എല്ലാം തോന്നിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ, അല്ലെ? താടി മുടിയൊക്കെ നമ്മൾ എന്തിനാ ഈ കറുപ്പിച്ചെടുക്കുന്നത്? പണ്ടൊക്കെ ഒരു 40-50 വയസ്സാകുമ്പോഴേ താടിമുടിയൊക്കെ 30 വയസ്സാകുമ്പോൾ തന്നെ താടിമുടിയൊക്കെ നിരക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഈ കഴിവിന്റെ പരമാവധി താടിമുടിയൊക്കെ ഡൈ ചെയ്ത് നല്ല കുട്ടപ്പന്മാരായി നടക്കുന്നത് ഞാനൊരു തന്തയാണെന്ന് ആർക്കും തോന്നരുതെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അല്ലെങ്കിൽ താടിയെ കറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? താടി നരച്ചാൽ എന്താ, അതതിന്റെ വഴിക്കങ്ങോട്ട് വിട്ടാ പോരെ. അപ്പൊ ഇങ്ങനെയൊക്കെ താടിമുടിയൊക്കെ കറുപ്പിച്ച് നല്ല കുട്ടപ്പനായി നടക്കുന്നതിനിടയിൽ ഒരു കുട്ടി പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കളിക്കുമ്പോ വന്നിട്ട് പള്ളിയിൽ, എന്താ പള്ളിയിലടാ മൊബൈൽ എനിക്ക് ഓഫ് ചെയ്ത് വിടടാ, ശബ്ദം നിനക്ക് കുറച്ചുവിടടാ എന്നിരിക്കുമ്പോ കുട്ടി പറയാൻ, നിങ്ങൾക്ക് തന്ത വൈബാണ്. ഇയാളെ മുഖത്തേക്കല്ലടിക്കുക ആ വാക്ക്. അപ്പൊ തന്ത വൈബ് എന്ന പദം 2024 ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുകയും അത് കേരളക്കര മലയാളത്തിന് സമ്മാനിക്കുകയും ചെയ്തു എന്ന് ഇന്റലക്ച്വലായ ആളുകൾ നടത്തിയൊരു ചർച്ചയാണ്. ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്. 2024 ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച പദം തന്ത വൈബ് എന്ന പദം. അതിന്റെ അർത്ഥം എന്താ? ഉപദേശിക്കരുത്, ഉപദേശിച്ചാൽ ഞങ്ങൾ കളിയാക്കും.
ഉപദേശിക്കാൻ വരരുത്. ഒരാൾ ബൈക്കിൽ നല്ല സ്പീഡിൽ പോവാൻ, ടപ്പട്ടപ്പേ ബുള്ളറ്റിൽ മറ്റേ സൈലൻസറൊക്കെ മാറ്റി നല്ല സൗണ്ടിൽ പോവാൻ. അപ്പൊ കുറച്ച് ചെറുപ്പക്കാർ എന്താടാ നിനക്ക് അപ്പുറത്തിപ്പുറത്തൊക്കെ നോക്കൂടെ എന്ന് പറയാൻ ചെറുപ്പക്കാർക്ക് പേടിയാ. കാരണം എന്തേ? തന്ത വൈബ് എന്ന് പറഞ്ഞ് കളിയാക്കോ. മുടിയും താടിയും കയ്യിലുള്ള ചരടും കയ്യിലുള്ള ബീഡ്സും ചങ്ങലയൊക്കെ കാണുമ്പോ ഉപദേശിക്കാൻ പേടിയാ. തന്ത വൈബ് എന്ന് പറയോ? അപ്പൊ എല്ലാരും ഉപദേശം കണ്ട് നിർത്തി. ഉപദേശം നിർത്തിയാ പിന്നെ തോന്നിയതുപോലെ ആർക്കും ജീവിക്കാം, ആർക്കും എന്തും ചെയ്യാം. കാരണം ആരും ഉപദേശിക്കാൻ വരൂല. ഇങ്ങനൊരു കാലം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിഫോർണിയയിലെ നിരന്തരമായ തീപിടുത്തങ്ങളൊക്കെ അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദത്തുഖിദൽ ഫൈഉ ദിവലാ വൽ അമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, നിരന്തരമായി കോഴ വാങ്ങുന്ന, കമ്മീഷൻ വാങ്ങുന്ന, അഴിമതി നടത്തുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, സകാത്ത് കൊടുക്കാതെ സകാത്ത് കടമായി ബാക്കിയാവുന്ന ഒരു കാലം കടന്നു വന്നാൽ, വൽ അമാനതു മഗ്നമാ, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, ഉമ്മയെ അറുക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കത്തി വാങ്ങി, എന്നിട്ട് ഉമ്മയെ സുഖമായിട്ട് കഴുത്തറുത്തു, എന്നിട്ട് ആ കത്തി തൊട്ടപ്പുറത്തുള്ള ടാപ്പിൽ പോയിട്ട് കഴുകി അയൽവാസിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇത് കേരളത്തിൽ നടന്ന സംഭവം. ആ കുട്ടിക്ക് മാത്രം ലഹരിയുടെ അഡിക്ഷൻ ഉള്ളത് കൊണ്ട്, മയക്കുമരുന്നിന്റെ ഹാങ് ഓവറിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഉമ്മയെ ഈ അടുത്ത് നടന്നു താമരശ്ശേരിയില്, സ്വന്തം മാതാവിനെ കഴുത്തറുത്തു കൊല്ലുന്നു. എവിടെന്നാ കത്തി? അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കത്തി വാങ്ങിച്ചു, എന്നിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഉമ്മയെ കഴുത്തറുത്തു കൊന്നു. സ്വന്തം ടാപ്പിൽ പോയി കത്തിയുടെ ചോരയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, എന്നിട്ട് അയൽവാസിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ആ കത്തി തിരിച്ചു കൊടുക്കാനുള്ള ആ ബോധം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നറിയോ? ഇതൊക്കെ ലഹരിയുടെ അഡിക്ഷനാണ്. ലഹരിയുടെ അടിമയാകുമ്പോഴാണ് ഉമ്മയെ തിരിച്ചറിയാതിരിക്കുക. സ്വന്തം മകനിൽ നിന്ന് ഗർഭിണിയാകേണ്ടി വന്ന ഉമ്മയുടെ കഥ കാസർഗോട്ടുകാർ കേട്ടിട്ടുണ്ട്. ലഹരിയുടെ അടിമയാണത്. ലഹരിയുടെ അടിമയായാൽ ഉമ്മയാര്, പെങ്ങളാര്, ഉസ്താദാര്, അധ്യാപകനാര്, ജ്യേഷ്ഠനാര്, പിതാവാര്, അവർക്ക് വിഷയമല്ല. ലഹരിയുടെ അടിമയായാൽ പിന്നെ പരിസരബോധം ഉണ്ടാവില്ല. പിന്നൊരു 24 മണിക്കൂർ വേറെ ഏതോ ലോകത്താണവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, വൽ അമാനതു മഗ്നമാ, മക്കളെ വിശ്വസിച്ചൊരു ഉമ്മാക്ക് കിടക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പിതാവിന് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം, കാമുകന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തുന്നവർ, കാമുകിക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്നവർ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, പിന്നെ പറഞ്ഞു, സ്വന്തം മാതാവിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഭാര്യയെ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ. ഉമ്മയ്ക്കൊരു സ്ഥാനമില്ല, ഭാര്യക്കാണ് കൂടുതൽ സ്ഥാനം നൽകുന്നത്. ഉമ്മയെ തീരെ പരിഗണിക്കുന്നില്ല, ഉമ്മയെ ശല്യം ചെയ്യുകയാണ്, ഉമ്മയെ ദ്രോഹം ചെയ്യുകയാണ്. എന്നാൽ സ്വന്തം ഭാര്യയുടെ എല്ലാ ഇഷ്ടങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകൾ. ചങ്ങാതിമാരോട് കൂടുതൽ അടുപ്പവും ഉപ്പമാരെ അകറ്റുകയും ചെയ്യുന്നൊരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, ചങ്ങാതിമാരോടാണ് രഹസ്യങ്ങൾ പറയാ, ചങ്ങാതിമാരോടാണ് കാര്യങ്ങൾ പറയാ. ഒന്ന് പുഞ്ചിരിച്ച് സംസാരിക്കാൻ പോലും പിതാവിന്റെ അടുത്ത് ഇരിക്കാറില്ല, പിതാവിനോട് സംസാരിക്കാറില്ല. പിതാവ് പറയാണ്, ഒന്ന് ചെറുക്കളയിൽ പോയി വരാം. അപ്പൊ മകന് വലിയ തിരക്കാണ്. എന്നാൽ തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ചങ്ങാതി ചെറുക്കളയല്ല കാസർഗോഡ് വരെ പോയി വരാമെന്ന് പറഞ്ഞാലും ഒരു മടിയുമില്ലാതെ വീട്ടിൽ നിന്ന് ബൈക്കെടുത്തു പോകും നമ്മുടെ മക്കള്. ഉപ്പ വിളിച്ചാൽ പഠിക്കാനുണ്ട്, ജോലിയുണ്ട്, ക്ഷീണമാണ്, എന്തൊക്കെയോ തിരക്കുകളുണ്ട്. എന്നാൽ ഒരു ചങ്ങാതി വിളിച്ചാൽ കോഴിക്കോട് വരെ പോകാൻ ഒരു മടിയുമില്ല, ഒരു സമയ പ്രശ്നമില്ല, ഒരു തിരക്കുമില്ല. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ഫർതഖിബൂ ഇൻദ ദാലിക റീഹൻ ഹംറാ, ശക്തമായ തീക്കാറ്റുകളെ പ്രതീക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ശക്തമായ തീക്കാറ്റുകൾ ഉണ്ടാകും.
അതാണ് കാലിഫോർണിയയിൽ നമ്മൾ കണ്ടത്. അതാണ് അമേരിക്കയുടെ ലോസ് ആഞ്ചലസിൽ നമ്മൾ കണ്ടത്, ടെക്സാസിൽ നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഗസയെ ആക്രമിച്ചു എന്ന കാരണത്താൽ അള്ളാഹു നൽകുന്ന ശിക്ഷയല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നൽകേണ്ടത് ഇസ്രയേലിനാണ്. എന്നാൽ അള്ളാഹു തആല ഒരു പരീക്ഷണം, ലോക പോലീസിന് പോലും അള്ളാഹുവിന്റെ ശിക്ഷയെ തടുക്കാൻ കഴിയില്ല എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൈനിക സംവിധാനമുള്ള രാജ്യമാണ്. ശാസ്ത്രീയമായി പുരോഗതി പ്രാപിച്ച രാജ്യമാണ്. ഡിഫൻസീവ് ഉപരോധിക്കാനുള്ള എല്ലാ മെക്കാനിസവുമുള്ള രാജ്യമാണ്. അണുബോംബും മാറ്റം ബോംബും ലോകത്തെ മുഴുവനും കത്തിച്ചാമ്പലാക്കാനുള്ള ആയുധങ്ങളുള്ള നാടാണ് അമേരിക്ക എന്ന് പറയുന്നത്. ആ അമേരിക്കയ്ക്ക് പോലും എങ്ങനെ തീ ആളിപ്പടർന്നു എന്ന് പോലും അറിയാതെ, എങ്ങനെയാണ് 100 സ്ഥലങ്ങളിൽ നിന്ന് തീ കത്തിപ്പടർന്നത് എന്ന് പോലും ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിയാതെ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഒരു മനുഷ്യന് തടുക്കാൻ കഴിയില്ല, ചെറുക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കയിൽ 35,000 ഏക്കർ സ്ഥലം ആളിക്കത്തിയത്. അമേരിക്കയുടെ സ്വർഗഭൂമി, സ്വർണഭൂമി കത്തിനശിച്ചത്. അത് നമ്മൾക്കും പാഠമാണ്. കത്തിനശിക്കാനുള്ള കാരണം ഇതൊക്കെയായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നന്മ കൊണ്ട് കൽപ്പിക്കുന്നതും തിന്മ തടയുന്നതും നമ്മുടെ ശീലമായാൽ അല്ലാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ നൽകുമെന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വാദ് നടക്കുമ്പോ ഒരു 10 മിനിറ്റെങ്കിലും വാദിന്റെ സദസ്സിലിരിക്കാൻ നമ്മൾക്ക് കഴിയാതെ വന്നാൽ, ഒരു 10 മിനിറ്റെങ്കിലും ഈ സദസ്സിലിരുന്ന് വാദ് കേൾക്കാൻ നമ്മൾക്ക് കഴിയാതെ വന്നാൽ, അത് അള്ളാഹു നമ്മുടെ തൗഫീഖ് എടുത്തു കളഞ്ഞു എന്നതിന്റെ അടയാളമാണ്. ആദരണീയരായ സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരാം. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റ്, പാണക്കാടിന്റെ പൂമുത്ത്, നമ്മുടെയൊക്കെ ഏറെ പ്രിയങ്കരനും സൗമ്യനും ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. പാണക്കാട് സയ്യിദന്മാരുടെ തണലിലൊക്കെയായി ഒരുപാട് കാലം നമ്മൾക്ക് അവരുടെ കീഴിൽ ജീവിക്കാൻ, അവരുടെ സ്നേഹത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, നിങ്ങൾ എന്റെ കുടുംബത്തെ സ്നേഹിക്കണം. നമ്മൾ എന്തിനാണ് ആദരണീയരായ സയ്യിദ് അവർകളെ ഇതുവരെ കാത്തിരിക്കുന്നത്? വളരെ വിദൂരതയിൽ നിന്ന്, പാണക്കാടിൽ നിന്ന്, കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് സുള്ളയിൽ പോയി, സുള്ളയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ് ആദരണീയരായ സയ്യിദ് അവർകൾ. ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നബി തങ്ങള് 23 വർഷക്കാലം നിരന്തരമായി ദഅവത്ത് നടത്തിയിട്ട്, പ്രബോധനം നടത്തിയിട്ട്, കാലിലേക്ക് ത്വായിഫിന്റെ മണലാരുണ്യത്തിൽ നിരന്തരമായി കല്ലെറിഞ്ഞ് ചോരയൊഴുകി നബി തങ്ങൾ ദാഹിച്ചവശനായി ബോധം കെട്ട് നിലത്ത് വീണ് ഉഹുദിന്റെ രണാങ്കണത്തിൽ മുൻപല്ല് പൊട്ടി, ചുണ്ട് പൊട്ടി, ഹബീബായ നബി തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടിട്ട് 23 വർഷം ദഅവത്ത് നടത്തിയിട്ട് അവസാനം നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എനിക്കിതിന് ശമ്പളം തരണ്ട, നിങ്ങൾ എനിക്കിതിന് പ്രതിഫലം തരണ്ട, എനിക്കൊരൊറ്റൊരു ഡിമാൻഡേ നിങ്ങളോട് പറയാനുള്ളൂ, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം. നബി തങ്ങൾ പറഞ്ഞതാ, ഞാൻ 23 വർഷക്കാലം ദഅവത്ത് നടത്തിയതിന്റെ പകരം എന്റെ ഉമ്മത്തിനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്റെ കുടുംബത്തിനെ സ്നേഹിക്കണം, പൊന്നുപോലെ നോക്കണം. എന്റെ കുടുംബം എന്ന് പറയുന്നത് നബി തങ്ങളുടെ രക്തമൊഴുകുന്ന സയ്യിദന്മാർ, ആദരണീയരായ തങ്ങന്മാർ. ആ തങ്ങന്മാരെ നിങ്ങൾ സ്നേഹിച്ചാൽ അതെനിക്ക് നൽകുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണ്, എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്, എനിക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ആ ഒരു സ്നേഹം, ആ ഒരു റെസ്പെക്ട്, ആ ഒരു ബഹുമാനം ഹബീബിനോടുള്ള അടങ്ങാത്ത കടപ്പാടിന്റെ ഭാഗമായിട്ടാണ് ആദരണീയരായ സയ്യിദ് അവർകളെ വളരെ വിദൂരത്ത് നിന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾക്ക് തങ്ങന്മാര് വേണം, ഒരു ദുആ ചെയ്യാൻ നമ്മൾക്ക് തങ്ങന്മാര് വേണം, ഒരു ഷോപ്പ് തുറക്കാൻ നമ്മൾക്ക് തങ്ങന്മാര് വേണം, ഒരു കുറ്റിയടിക്കാൻ നമ്മൾക്ക് തങ്ങന്മാര് വേണം, വീട് കുടിയിരിക്കാൻ നമ്മൾക്ക് തങ്ങന്മാര് വേണം, മയ്യിത്ത് നിസ്കരിക്കാൻ നേതൃത്വം നൽകാൻ നമ്മൾക്ക് തങ്ങന്മാര് വേണം. എല്ലാ കാര്യങ്ങൾക്കും എന്തിനാണ് ഈ തങ്ങന്മാരെ നിങ്ങൾ ആശ്രയിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. എന്റെ 23 കാലത്തെ പീഡനങ്ങളുടെ ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചുരുവിൽ ഞാൻ 2.5 വർഷക്കാലം വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, പച്ചിലകൾ കഴിച്ച ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ ഞാനും എന്റെ കുടുംബവും
കുടുംബവും കാഷ്ടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ യാതനകൾക്കും പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഭവങ്ങൾക്കും പ്രതിസന്ധികൾക്കും പകരം നിങ്ങൾ എനിക്ക് നൽകുന്നത് എന്റെ മക്കളെ സ്നേഹിക്കുക എന്ന് മാത്രമാണ്, എന്റെ കുടുംബങ്ങളെ സ്നേഹിക്കുക എന്ന് മാത്രമാണ്. ഈ ഉമ്മത്തിന് ഹബീബിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബഹുമതി ആദരണീയരായ സയ്യിദന്മാരെ തങ്ങന്മാരെ റെസ്പെക്ട് ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഏതെങ്കിലും ചില ആളുകളുടെ രാഷ്ട്രീയക്കാരുടെ സംഘടനാ താല്പര്യക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആദരണീയരായ ഒരു തങ്ങളെയും ഒരു സയ്യിദന്മാരെയും നമ്മൾ അവഹേളിക്കരുത്, അപമതിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. നമ്മൾക്ക് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട്. ബഹുമാനപ്പെട്ട കുമ്പോല് സാദാത്യങ്ങള്, ബഹുമാനപ്പെട്ട കുന്നുങ്കൈ സാദാത്യങ്ങള്, ഈ ചുറ്റുഭാഗങ്ങളിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട്. അതുപോലെ കാസർഗോഡ് മുതൽ അങ്ങോട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായി നിരവധി സയ്യിദന്മാർ തങ്ങളാണ് എന്നറിഞ്ഞാൽ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അവരെ നമ്മൾ ബഹുമാനിക്കുക. അവിടെ നമ്മുടെ രാഷ്ട്രീയം നോക്കരുത്, അവിടെ നമ്മുടെ സംഘടന നോക്കരുത്. ഹബീബിന്റെ രക്തമാണ് അവരുടെ രക്തത്തിലൂടെ അവരുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون والذين يؤتون ما آتوا അല്ലാഹു നൽകുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് സ്വതക്ക ചെയ്യുന്ന ആളുകൾ അവരുടെ ഹൃദയം പേടിച്ചു വിറക്കുന്നുണ്ട്. സ്വതക്ക ചെയ്യുമ്പോൾ പേടിച്ചു വിറക്കുന്നവരെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പേടിച്ചു വിറച്ചിട്ടുണ്ടോ? ഒരു 10 രൂപയെങ്കിലും കൊടുക്കുമ്പോ ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും പേടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു 10 രൂപയെങ്കിലും കൊടുക്കുമ്പോ ഇന്ന് വരെ കൽബ് ഇങ്ങനെ പേടിച്ച് വിറച്ച് സ്വതക്ക ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഖുർആൻ പറയാണ്, സൂറത്തുൽ മുഅ്മിനൂനിലാണ് അല്ലാഹു പറയുന്നത്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അല്ലാഹുവിനെ പേടിച്ച് ഹൃദയം കിടുകിടാ വിറച്ചുകൊണ്ട് സ്വതക്ക ചെയ്യുന്ന ആളുകൾ. അപ്പോഴാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചോദിക്കുന്നത്, നബിയെ, ആരാണവർ? കള്ളുകുടിയന്മാരെ കുറിച്ചാണോ അത് പറഞ്ഞത്? കള്ളുകുടിച്ച് 4 കാലിൽ നടന്ന് നന്നാവണം എന്ന് വിചാരിക്കുമ്പോൾ സ്വതക ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുന്നവരെ കുറിച്ചാണോ ആ പറഞ്ഞത്? ലഹരിയുടെ അടിമയായി കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും MDMA ഒക്കെ അടിമയായി ലഹരിയുടെ അഡിക്ഷനുള്ള ആളുകളെ കുറിച്ചാണോ അത് പറഞ്ഞത്? എല്ലാരും ലഹരിയുടെ അടിമയിലാണ് അല്ലെ? ചെറുപ്പക്കാരും കുട്ടികളൊക്കെ ലഹരിയുടെ അടിമയിലാ. ഇതൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടി പലരും ടേസ്റ്റ് നോക്കാണ്. ആദ്യം ഒരു തമാശയ്ക്ക് വേണ്ടി ടൂറ് പോകുമ്പോ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോ, അല്ലെങ്കിൽ നാട്ടിലുള്ള ചങ്ങാതിമാര് വെറുതെ ഒരു രസത്തിന് വേണ്ടി ടേസ്റ്റ് നോക്കലാണ് ഈ MDMA-യും കഞ്ചാവും ലഹരിയൊക്കെ. അവസാനം അത് ഒരു തവണ ശരീരത്തിൽ കയറിയാൽ പിന്നെ അതിന്റെ അഡിക്ഷനായി, ആ അഡിക്ഷൻ കാരണം ജീവിതം പോലും ഒരുപാട് കാലം മുന്നോട്ട് പോവാത്ത രീതിയിൽ ശരീരത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണവർ. അപ്പൊ അവരെ കുറിച്ചാണോ നബിയെ സ്വതക്ക കൊടുക്കുമ്പോൾ ഭയക്കുന്നു, പേടിക്കുന്നു, വിറക്കുന്നു എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയെ പോലെ വേറൊരു സ്ഥലത്ത് നിന്ന് മോഷണം നടത്തി ഇവിടെ വന്ന് സ്വതക്ക കൊടുക്കുന്നവരെ കുറിച്ചാണോ? ഒരു സ്ഥലത്ത് കള്ളം മോഷണം നടത്തുക, തൊട്ടിപ്പുറത്ത് വന്ന് സ്വതക്ക ചെയ്യുക, അവരെ കുറിച്ചാണോ? ഗൾഫിൽ നിന്നൊക്കെ അങ്ങനെ വരാറില്ല ചില ആളുകൾ? അറബിയുടെ ട്രൗസറുടെ കൂലി വരും, 10 കോടി 5 കോടിയൊക്കെ എടുത്ത് കടം വാങ്ങി, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നെടുത്ത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വിചാരിച്ച ഫണ്ടെടുത്ത് ഒരാൾ കൈമാറി നാട്ടിലേക്ക് അയച്ചു, ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ടാ പള്ളിയുടെ പ്രസിഡന്റ്, മദ്രസയുടെ പ്രസിഡന്റ്. എന്താ ഉണ്ടായ നേട്ടം? എന്താ? കുറച്ച് പൈസ ഉണ്ട്. പൈസ എങ്ങനെ ഉണ്ടായത്? അറബികളെ പറ്റിച്ചു വന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അടിച്ചു മാറ്റി വേറൊരു സ്ഥലത്ത് സ്വതക കൊടുക്കുന്നവരെ കുറിച്ചാണോ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, അല്ല, അവര് അള്ളാഹുവിനെ പേടിയുള്ള 5 നേരം നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്നാൽ അവരവരുടെ ഭയപ്പെടാൻ, പേടിക്കാനുള്ള കാരണം എന്റെ സ്വതക്ക അള്ളാഹു സ്വീകരിച്ചോ എന്നാണ് അവർ പേടിക്കുന്നത്. അല്ലാഹു തആല അവരുടെ സ്വതക്ക സ്വീകരിക്കൂലേ എന്നാണ് അവർ ഭയക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ,
ഒരാൾ 1,00,000 രൂപ സ്വതക്ക നൽകി എന്ന് സങ്കല്പിക്കുക. 1,00,000 രൂപ സ്വതക്ക നൽകി. ആ സ്വതക്ക അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തായിരിക്കും? അവിടെല്ലേ 1,00,000 രൂപ നിങ്ങൾ സ്വതക്ക ചെയ്തു. ആ സ്വതക്ക അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോവാ? ഒരു പ്രശ്നമില്ലേ? ഇല്ലേ? ശിക്ഷ കിട്ടും. കയ്യിൽ നിന്ന് 1,00,000 പോയി, അതിന്റെ കൂടെ ശിക്ഷയുണ്ടാകും. അത് വേണോ? അതിനേക്കാൾ നല്ല കൊടുക്കാതിരിക്കലല്ലേ? 1,00,000 രൂപ കയ്യിൽ നിന്ന് പോയി. ഒരു മദ്രസ നിർമ്മാണത്തിന് 1,00,000 കൊടുത്തു, പേര് കിട്ടാൻ വേണ്ടിയിട്ട്. അയാളുടെ കയ്യിൽ നിന്ന് 1,00,000 പോയി, അതിന്റെ കൂടെ അള്ളാന്റെ അടുത്ത് നല്ല ശിക്ഷയും. എന്തിനാടാ നീ ആളുകളെ കാണിക്കാൻ വേണ്ടി സ്വതക്ക കൊടുത്തത്? ശിക്ഷയാകട്ടെ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ സ്വതക്ക ചെയ്യുന്നതെങ്കിൽ ആ 1,00,000 അല്ലാഹു തആല ഇരട്ടിയായി പകരം തരും. അളആഫൻ മുളഅഫ, ഇരട്ടിയായി. അളആഫൻ കസീറ, ഒരുപാട് ഇരട്ടിയായി അല്ലാഹു തിരിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാതെ നിയ്യത്ത് മോശമായാൽ അല്ലാഹു തആല സ്വതക്ക കൊടുത്തതിന്റെ പേരിൽ നമ്മെ ശിക്ഷിക്കുകയാണ്. അതാണ് അവർ പേടിക്കാൻ കാരണം. ഒരു സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് ശരിയാണോ അല്ലേ എന്നാണ് അവർ ഭയപ്പെടുന്നത് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. അപ്പൊ ബാദിറൂ ബിൽ അഅമാൽ, നന്മകൾ കൊണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് പരിശുദ്ധമായ റമളാനിലേക്ക് ഒരുങ്ങണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിച്ചത്. ബാദിറൂ ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുസ്ലിം. നിങ്ങൾ നന്മ ചെയ്യണം, ഒരുപാട് നന്മ പെട്ടെന്ന് ചെയ്യണം, നാളേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. 2025 ആയാൽ ഞാൻ നന്നാകും എന്നപ്പോ തീരുമാനിച്ചു. 2024 തീരുമാനിച്ചു. 2025 ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആയി, നന്നായിട്ടില്ല. ഉംറക്ക് പോയാൽ ഞാൻ നന്നാവാം, ഹജ്ജിന് പോയാൽ ഞാൻ നന്നാവാം, പഠനം കഴിഞ്ഞാൽ ഞാൻ നന്നാവാം, കല്യാണം കഴിഞ്ഞാൽ ഞാൻ നന്നാവാം എന്നിങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എത്ര ആളുകള്? അങ്ങനെ നന്നാവാൻ വിചാരിക്കരുത്. ബാദിറു, നന്മ ചെയ്യാൻ നിങ്ങൾ ഉളരണം എന്നാ പറഞ്ഞത്. കാരണം ഫിത്നകൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്ന ഒരാൾ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. സുബഹി നിസ്കരിച്ചു രാവിലെ, വൈകുന്നേരമാകുമ്പോൾ അയാൾ കാഫിറായി. മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു, സുബഹി ആകുമ്പോൾ അയാൾ കാഫിറായി. ഈമാൻ ഇഷ്ടപ്പെട്ടു പോകുന്ന അസ്ത്രങ്ങള് വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ കൽബിൽ നിന്ന് ഈമാൻ തെറിച്ചു പോകുന്ന അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നവനാസ്തികർ, നിരീശ്വരവാദികൾ, സ്വതന്ത്ര ചിന്താഗതിക്കാർ, ഫെമിനിസം, ലിബറലിസ്റ്റുകൾ, ഫ്രീ തിങ്കേഴ്സ്, ഇതിനൊക്കിടയില് മാപ്പിളാർക്ക് പിടിച്ചേക്കാൻ കുറച്ച് പണിയാ. മുസ്ലിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പണിയാ. എക്സ് മുസ്ലിമീങ്ങള് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്ലാമിനെയാണ്. എല്ലാവർക്കും വേണ്ടത് ഇസ്ലാമിനെയാണ്. എല്ലാരും വെല്ലുവിളിക്കുന്നതും മുസ്ലിമീങ്ങളെയാണ്. എത്ര മതങ്ങളുണ്ട് ഇവിടെ? എന്തുകൊണ്ടാണ് എല്ലാവരും ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്നത്? അതിന്റെ കാരണക്കാര് നമ്മൾ തന്നെയാണ്. അല്ലാഹുവിനെ പേടിയില്ലാതെ ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ നമ്മൾ പോയത്. ചെറുപ്പക്കാരെ, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഒരു കല്യാണം വരുമ്പോൾ നമ്മൾ റാങ്കിങ്ങുകൾ നടത്തുന്നത്? അതിലെന്ത് സുഖമാണ് നമ്മൾക്കുള്ളത്? കല്യാണത്തിന്റെ രാത്രി വരനെ പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ നിങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്നതിൽ എന്ത് സുഖ നിങ്ങൾ കിട്ടും? നിങ്ങളൊന്ന് ആലോചിച്ചിരുന്നിട്ട് നിങ്ങൾ ഓർക്കുപോയി, അയാൾ ഓർക്കും. ഇത് നിങ്ങൾക്ക് പ്രത്യേകിട്ട് എന്ത് ആനന്ദം കിട്ടുന്നു? ഒരു പുതിയാപ്പിളിനെ ഇങ്ങനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുന്നു. എന്തെങ്കിലും ഒരു സുഖം നമുക്ക് കിട്ടണ്ടേ? അതിന് പകരം വീട്ടിൽ പോയി നല്ല AC കിട്ട് ബ്ലാങ്കറ്റിനുള്ളിൽ പൊതിച്ച് കടന്നുറങ്ങി എന്ത് സുഖം ഉണ്ടാവും? നിങ്ങൾ ചിന്തിച്ചു? ഞാൻ തമാശ പറയല്ലേ, പക്ഷെ ഇതെന്തിനാണ്? ഇതൊരു വൈറലാവണം. ഇതൊക്കെ ഒരു രസമാണ്. ആളുകൾ വൈറലാവണം. ചങ്ങായിമാരുടെ ഇടയിൽ ചർച്ച നടക്കണം. അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. വ്യത്യാസം വിളിച്ചപ്പോ നീ കൊണ്ടുപോയിടാ, നേരത്തെ കൊണ്ടുപോയി. ഇല്ലില്ല, ഞങ്ങൾ സുബഹി വരെ ഉറങ്ങിയില്ല, ഉറങ്ങാൻ പറ്റില്ല. ഇതൊരു രസമാണ് ആളുകൾക്ക് കേൾക്കാൻ. നമ്മുടെ പെൺകുട്ടികളെ കാണുന്നില്ലേ ഡാൻസ് ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്നത്, പാട്ടുപാടുന്നത്, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യുന്നത്. അല്ല, ഡാൻസ് ചെയ്യും പെൺകുട്ടികൾ, ഡാൻസ് ചെയ്യും, എന്നിട്ടത് അവര് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. എന്തിനാണ്? ഫോളോവേഴ്സ് കൂടണം, ലൈക്ക് കൂടണം, സബ്സ്ക്രൈബേഴ്സ് കൂടണം, ഷെയർ ചെയ്യണം.
ഒരുപാട് ആളുകളിലേക്ക് എത്തണം, വൈറലാവണം. അപ്പൊ വൈറലാവുക, അതാണ് എല്ലാവരുടെയും താല്പര്യം. വൈറലാവുക. ഈ കോമാളി വേഷമൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ കെട്ടൂലേ, മുടിയൊക്കെ ഇങ്ങനെ ജട കുത്തിയിട്ട് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൂചിയും റബ്ബറൊക്കെ കെട്ടി, കയ്യിൽ കുറെ ജപമാലയും, കീറിപ്പറിഞ്ഞ പാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തൂങ്ങിക്കിടക്കുന്ന ആടിന്റെ ചെവി പോലെ തൂങ്ങിക്കിടക്കുന്ന കുറെ സാധനങ്ങള്, തലങ്ങും വലങ്ങും കീറിയിരിക്കുന്ന പാന്റ്, ബനിയനാണെങ്കിൽ പകുതി കാണുന്നു പകുതി ഓട്ട, ഇങ്ങനെ കെട്ടി എന്തിനാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നടക്കാനുള്ള കാരണം വൈറലാവണം, ശ്രദ്ധിക്കപ്പെടണം. എന്തായാലും കോലം കെട്ടിയാലും എന്നെ നാലാള് ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെയൊക്കെ ചിന്ത. മണയങ്കോട് മൊയ്തുച്ചാന്റെ പേരക്കുട്ടി മുഹമ്മദ് ഷഹസാദ് എന്ന കുട്ടിയെ കാണാനില്ല. അവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിതാവ് ഉറൂസ് കമ്മിറ്റി ഓഫീസിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോ ചിന്തിക്കും, സമാപനം വേണ്ടായിരുന്നു, ഇന്നലെ പ്രസംഗിച്ചാൽ മതി, എന്നാ വേഗം പ്രസംഗിച്ചിട്ട് പോവായിരുന്നു. കുറെ ലേറ്റ് ആയില്ലേ? പ്രസംഗം ഇടയിൽ ഒരു ബ്രേക്ക് വരിക, നമുക്കൊരു സുഖമില്ലാത്തൊരു പരിപാടി. തങ്ങന്മാരാകുമ്പോൾ നമ്മളവരെന്തായാലും റെസ്പെക്ട് ചെയ്യണം. അവരൊക്കെ മുടക്കാളൊക്കെ വലിയ തിരക്കുള്ള മനുഷ്യന്മാരാണ്. ഞാനൊക്കെ അവരെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓർക്കില്ലാതെ ഓട്ടം തന്നെ ഓട്ടം. ഇവർക്കൊന്നും പണത്തിന് വേണ്ടി വരുന്നതല്ല. ഇഷ്ടംപോലെ പണം സാമ്പത്തികമായിട്ട് കുടുംബപരമായിട്ട് അവർക്കുണ്ട്. നമ്മൾ പണം അവർക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി അവരിങ്ങനെ കഷ്ടപ്പെട്ട് വരാൻ. ഇന്ന് ഉപ്പള പോവാണ്, ഉപ്പളയിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് രാവിലെ അവിടെ ഒരു വീട് കൂടി ഇരിക്കല്, അത് കഴിഞ്ഞ് മംഗലാപുരത്തൊരു നിക്കാഹ്, അത് കഴിഞ്ഞ് അവിടെ രാത്രി മജ്ലിസിനോട്, അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വീട്ടിൽ പോവാൻ. അപ്പോൾ നാളെ ഞായറാഴ്ച അല്ലേ, ഇന്ന് വെള്ളി ശനി ഞായറാഴ്ച ആയിരിക്കും വീട്ടിലെത്തുക. അപ്പൊ ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ വൈറലാവാനുള്ള താല്പര്യം നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഉണ്ട്. എന്തിനാണ് ഈ ബൈക്കിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കി പോകുന്നത്? വൈറലാവണം. ആളുകൾ നമ്മളെ കുറിച്ച് ശ്രദ്ധിക്കണം. അപ്പുറത്തെ കുറച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ശബ്ദം കൂടും, പെൺകുട്ടികളൊക്കെ നോക്കണം. അപ്പൊ ഈ വൈറലാവാനുള്ള താല്പര്യം, വൈറലൊക്കെ ആയിക്കോളെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പഠിച്ചിട്ട് വൈറലായാലോ? അങ്ങനെ ഉണ്ടാവും. അല്ല, പഠിച്ചിട്ട് റാങ്ക് എടുത്തിട്ട് വൈറലായാലോ? ബദിയടുക്കയിലുണ്ട് ഒരു ഇബ്രാഹിം ഖലീൽ, സയൻസ് ശാസ്ത്രീയ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇബ്രാഹിം ഖലീൽ. ഞാനല്ലോ, വേറൊരു ഇബ്രാഹിം ഖലീൽ, ചെറുണിയില് ശാസ്ത്രീയ മേഖലയിൽ നാസയിലെ എവിടെ അല്ലെ, അമേരിക്കയിൽ എവിടെ ജോലിയാണ് കുട്ടി, ചെറുപ്പക്കാരൻ. അങ്ങനെ വൈറലായാലോ? മലപ്പുറത്തുണ്ടൊരു ആകാശത്തൊരു നക്ഷത്രത്തിന്റെ പേര് കണ്ടുപിടിച്ച ഒരു പെൺകുട്ടി. മലപ്പുറം ജില്ലയിൽ ഒരു നക്ഷത്രത്തിന്റെ പേര് കണ്ടുപിടിച്ചു മലപ്പുറത്തൊരു പെൺകുട്ടി. അങ്ങനെ വൈറലാവാനൊന്നും ആർക്കും താല്പര്യമില്ല. നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ വൈറലാവാനാണ് എല്ലാവർക്കും താല്പര്യം. ഡാൻസ് കളിച്ച് വൈറലാവാനൊക്കെ ഇങ്ങളെ വേണം. അത് ഏത് തമിഴന്മാർക്കും കഴിയില്ലേ? ഏത് അണ്ണന്മാർക്കും കഴിയുന്ന കാര്യമാണ്. അതാണ് ഇപ്പൊ നമ്മൾ കുറെ ഡാൻസ് കളിക്കുക, എന്നിട്ട് സ്വാഭാവികമായിട്ട് ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളെ ഡാൻസ് കളിച്ചാൽ കുറച്ച് ലൈക്കും വ്യൂവേഴ്സും കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒന്നും വൈറലാകുന്ന, നെഗറ്റീവായി വൈറലാകുന്നതിന് പകരം പോസിറ്റീവായിട്ട് വൈറലാകാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അങ്ങനെ വൈറലാകുമ്പോഴാണ് സമൂഹത്തിന് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുക. ഒരു പെണ്ണ് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത് അതല്ല വൈറലാവല്. പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ തന്നെയാണ്. അള്ളാഹു പറഞ്ഞു ഔറത്ത് മറക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരോട്. ഔറത്ത് മറക്കണം. ആരാണ് ഔറത്ത് മറക്കുക? മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്താല് ഒരു പെൺകുട്ടിയും തലയിൽ തട്ടോടൂല. നിങ്ങൾ ശ്രദ്ധിച്ചോളി, മുടി സ്ട്രൈറ്റ് ചെയ്ത സ്മൂത്തനിങ് ഒക്കെ ചെയ്ത പെൺകുട്ടികള് ഒരൊറ്റ ഒന്ന് തലയിൽ തട്ടോടൂല. എന്തുകൊണ്ട്? 10,000 രൂപ കൊടുത്തിട്ട് ആ സ്ട്രൈറ്റനിങ് ചെയ്യാ. ഈ 10,000 കൊടുത്തിട്ട് സ്ട്രൈറ്റനിങ് ചെയ്യുന്നത് ഷാളിന്റെ ഉള്ളിൽ, ഇജാബിന്റെ ഉള്ളിൽ മൂടി വെക്കാനാ? അത് പിന്നെ കുറച്ചും കാണിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? കുറച്ചൊക്കെ ദീനിന്റെ ബോധമുള്ള ആളുകൾ ആ അവസാനത്തെ മുടിയുടെ കുറച്ചു കുറ്റി ഇത്ര കാണിക്കും. പിന്നെ കുറച്ച് ആളുകൾ മുമ്പിൽ കുറച്ചിങ്ങനെ വലിച്ചിടും. ചില ആളുകളുടെ തലയിലേ തട്ടുണ്ടാവൂല. പരിശുദ്ധമായ ഇസ്ലാമിലെ ഏത് മദ്ഹബ് നോക്കിയാലും ഒരു പെണ്ണിന്റെ മുടി ഔറത്താണ് പ്രിയപ്പെട്ടവരെ. മുടി വെളിവാക്കാൻ ഒരു ഓപ്ഷനും പരിശുദ്ധ ഇസ്ലാമിലില്ല. മുങ്കയും മുഖമൊക്കെ ചില ചർച്ചകളുള്ള വിഷയമാണ്. മുങ്കയും മുഖവുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങളാണ്. അഭിപ്രായങ്ങൾ പലതുണ്ട്. എന്നാൽ മുടിയുടെ കാര്യത്തിൽ എവിടെയും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഔറത്താണത്. ആ ഔറത്ത് വെളിവാക്കി നമ്മുടെ മക്കൾ നടക്കുമ്പോ ഉമ്മമാർക്കൊരു പ്രശ്നമില്ല, ഉപ്പമാർക്കും ഒരു പ്രശ്നമില്ലാതെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ചോദ്യം ചെയ്താലോ, നാട്ടുകാര് ചോദ്യം ചെയ്താൽ എന്റെ മക്കളല്ലേ, എന്റെ ഇഷ്ടമാണ്, നിങ്ങൾ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്ന മാതാപിതാക്കൾ.
ഇങ്ങനെ ഒരു സമൂഹത്തിൽ ദഅവത്ത് നടത്തുക, ഉപദേശിക്കുക എന്നുള്ളത് പ്രയാസം തന്നെയല്ലയോ? ആർക്ക് ആരെയാണ് ഉപദേശിക്കാൻ കഴിയുക? ആർക്ക് ആരോടാണ് വഅദ് പറയാൻ കഴിയുക? വഅദ് എന്ന് പറയുന്നത് പോലും ചന്തവൈഭായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. വഅദിന്റെ സദസ്സുകളിലേക്ക് വന്നാൽ ചന്തകളിൽ മാത്രം നിന്ന് അവിടെ നിന്ന് കുറച്ച് മിഠായും വാങ്ങി കമന്റ് അടിച്ച് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇതൊന്നുമല്ല. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ ആശയത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ തിരിച്ചു വരണം. അള്ളാഹുവിന്റെ ദീൻ എന്താണോ പറഞ്ഞത് അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകുന്നത്. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായാൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ. നിങ്ങളെ ആരും ടാർഗറ്റ് ചെയ്യൂല, നിങ്ങളെ ഒരാളും പരാജയപ്പെടുത്തൂല. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറിയാൽ നോക്കൂ, നിങ്ങൾ ഹൈവത്ത് ബിൻ ശുറൈഹ് എന്ന് പറയുന്ന ഒരാള് അള്ളാഹുവിന്റെ കൂടെ നിൽക്കുമ്പോ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുന്ന ചില രംഗങ്ങൾ നോക്കണം. നമ്മള് ഹൈവത്ത് ബിൻ ശുറൈഹ് എന്ന് പറയുന്ന പ്രഗൽഭനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ, മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം സാഹിദാണ്, സൂഫി വര്യനാണ്. അദ്ദേഹം ഹദീസിന്റെ ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. ഹദീസിന്റെ ക്ലാസ് എടുത്തു കൊടുത്താൽ ഒരു വർഷത്തിൽ 60 സ്വർണ്ണ നാണയം അദ്ദേഹത്തിന് ശമ്പളമായി കിട്ടും. 60 സ്വർണ്ണ നാണയം അദ്ദേഹത്തിന് ശമ്പളമായി കിട്ടും. ആ ശമ്പളം വാങ്ങിച്ചു കഴിഞ്ഞാൽ 60 ദീനാറും അതേ സ്ഥലത്ത് വെച്ച് തന്നെ അയാൾ സ്വതക്ക ചെയ്യും. വർഷത്തിൽ കിട്ടുന്ന 60 സ്വർണ്ണ ദീനാർ സ്വർണ്ണ നാണയം സമ്മാനം ശമ്പളം കിട്ടുന്നത് അവിടെയുള്ള പാവപ്പെട്ടവർക്കെല്ലാം സ്വതക്ക ചെയ്തിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോവുക. ഫകാന ഇദാ ജാഅ ഇലാ മൻസിലിഹി, അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയാൽ വജദ 60 ദീനാറൻ തഹത ഫിറാശിഹി, ആ 60 സ്വർണ്ണ നാണയങ്ങൾ അയാളുടെ വിരിപ്പിന്റെ താഴെ കാണാൻ കഴിയും. ഇയാൾ കൊടുത്തിട്ട് പോവാണ്. എന്നാൽ വീട്ടിലേക്ക് എത്തുമ്പോൾ അയാളുടെ 60 സ്വർണ്ണ നാണയം അയാൾ കിടന്നുറങ്ങുന്ന വിരിപ്പിന്റെ താഴെയുണ്ടാകും സ്വർണ്ണ നാണയങ്ങള്. ആലോചിക്കുങ്ങള്, എന്താ അള്ളാന്റെ ഹബീബ് പറഞ്ഞത്? സ്വതക്ക കൊടുത്തതിന്റെ പേരിൽ ഒരു നയാ പൈസ പോലും കുറയൂല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഫബലഗ ദാലിക ഇബ്ന അമ്മില്ലഹ്, അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദർ, അദ്ദേഹത്തിന്റെ ഒരു സഹോദരന് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ ഇതേപോലെ ശമ്പളം കിട്ടിയത് അദ്ദേഹവും സ്വതക്ക ചെയ്യുകയുണ്ടായി. ഹൈവത്ത് ബിൻ ശുറൈഹ് എന്നവർ സ്വതക്ക ചെയ്തതുപോലെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സ്വതക്ക ശമ്പളം സ്വതക്ക ചെയ്യുകയുണ്ടായി. അങ്ങനെ വീട്ടിലേക്ക് വന്ന് വിരിപ്പ് കുടഞ്ഞു നോക്കുമ്പോൾ വിരിപ്പിന്റെ താഴെ ഒരു നയാ പൈസ പോലും അവിടെ കാണാനില്ല. ഹൈവത്ത് ബിൻ ശുറൈഹ് എന്നവർക്ക് എപ്പോ സ്വതക്ക കൊടുത്താലും വിരിപ്പിന്റെ താഴെ ആ പൈസ ഉണ്ടാവും. എന്നാൽ അദ്ദേഹത്തിന്റെ ഇബ്നു അമ്മില്ല, കസിൻ ബ്രദർ, അപ്പൊ അദ്ദേഹം വന്ന് ഇതേപോലെ സ്വതക്ക കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ ബെഡ്ഷീറ്റിന്റെ താഴെ ഇത് കാണാറില്ല. ബെഡ്ഷീറ്റും തലയണയും ബെഡും മൊത്തം കുറഞ്ഞാലും 60 പൈസ പോലും കിട്ടൂല. അപ്പൊ അദ്ദേഹം പോയിട്ട് ഹൈവത്ത് ബിൻ ശുറൈഹ് എന്നവരോട് പറഞ്ഞു, അതെന്താ എനിക്ക് കിട്ടാത്തത്? നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ് എന്നവർ പറഞ്ഞത്, അനാ അഅതൈതു റബ്ബി യഖീന, ഞാൻ അല്ലാഹുവിലുള്ള ദൃഢവിശ്വാസത്തോടെ കൊടുത്തതാണ്. അതാ ഞാൻ പറഞ്ഞത്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ തീ ഏസിയായി മാറുന്നത്. തീ ഏസിയായി മാറി ഇബ്രാഹിം നബിക്ക്. ആ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് സമുദ്രം റബ്ബറൈസ്ഡ് റോഡായി മാറുന്നത്. അങ്ങനെ സമുദ്രം റോഡായി മാറി മഹാനായ മൂസാ നബിക്ക്. നല്ല മൂർച്ചയുള്ള കത്തി, മൂർച്ചയുള്ള ഒരു കടാര, അതിന്റെ മൂർച്ച നഷ്ടപ്പെട്ടു. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകുമ്പോ ആർക്ക്? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് മത്സ്യത്തിന്റെ വയറ് ഒരു മണിയറയായി മാറി. മത്സ്യത്തിന്റെ വയറിൽ 40 ദിവസത്തോളം താമസിച്ചു, ഒരു പ്രശ്നം ഉണ്ടായില്ല. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 പേർക്ക് തിന്നാനുള്ള ഭക്ഷണം ഒരു സംഘത്തിന് തിന്നാൻ കഴിഞ്ഞു. 100 കണക്കിന് ആളുകൾക്ക് തിന്നാനുള്ള ഭക്ഷണമായി മാറി. ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക?
പ്രിയപ്പെട്ടവരെ, അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. ഹൈവത്ത് ഇബ്നു ശുറൈഹ് എന്നവർ പറയുകയാണ്, എനിക്ക് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്വതക്ക ചെയ്തത്. അപ്പൊ അല്ലാഹു എനിക്കത് തിരിച്ചു തന്നു. എന്നാൽ നീ കൊടുത്തത് തജ്രിബത്തൻ, ഒരു പരീക്ഷണാർത്ഥമാണ്. എനിക്ക് കിട്ടി എന്നറിഞ്ഞപ്പോ നിനക്ക് കിട്ടുമോ എന്ന് പരിശോധിക്കാനാണ് നീ കൊടുത്തത്. അപ്പൊ അല്ലാഹു തആല നിനക്ക് തന്നില്ല, എനിക്ക് തന്നു എന്ന് മഹാനായ ഹൈവത്ത് ഇബ്നു ശുറൈഹ് എന്നവർ പറയുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരാളെ കണ്ടിട്ടല്ല, നമ്മൾ സ്വന്തമായി ഉണ്ടാക്കേണ്ട ഒരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കുന്നത്. മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅഹ്. നമ്മൾ അല്ലാഹുവിന്റെ മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅഹ്. നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എങ്ങനെ അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിന്റെ കൂടെ നിന്നാല് അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കുന്ന. എങ്ങനെയാണ് അല്ലാഹുവിന്റെ കൂടെ നിൽക്കുക? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ എത്ര മോഡേൺ ആയാലും, എത്ര നല്ല മോഡേൺ പാന്റുകൾ, ഷർട്ടുകൾ, ഷൂകളൊക്കെ ധരിച്ച് നടന്നാലും, നിങ്ങളുടെ കൈകളിലും ഷോൾഡറിലുമെല്ലാം മാലയുണ്ടായാലും, അള്ളാഹുവിന്റെ കൂടെ നിൽക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുക. എന്താണ് അള്ളാഹുവിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ? സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ നിൽക്കുന്നവനാണ്. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിയണം. മഹാനായ ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോ ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാദ് കേൾക്കാൻ, നബി തങ്ങളുടെ പ്രസംഗം കേൾക്കാൻ, നബി തങ്ങളുടെ ഉപദേശം കേൾക്കാൻ അവിടെ കാത്തിരിക്കുകയാണ്. മക്കയിൽ നിന്ന് ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. കാതുകൂർപ്പിച്ചു നിൽക്കുന്ന മദീനക്കാരോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അഫ്ശുസ്സലാം, സലാം പറയണം. നിങ്ങള് കാണുന്നവരോട് സലാം പറയണം, കുടുംബക്കാരോട് സലാം പറയണം, ഭാര്യയോട് സലാം പറയണം, ഭർത്താവിനോട് സലാം പറയണം, മാതാപിതാക്കളോട് സലാം പറയണം. അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരട്ടെ. ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വീട്ടിൽ സ്നേഹമുണ്ടാകണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകണം, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ സ്നേഹമുണ്ടാകണം. എന്താ ചെയ്യേണ്ടത്? അഫ്ശുസ്സലാം, സലാം പറയണം. വീട്ടിലേക്ക് കയറുമ്പോൾ മാതാപിതാക്കൾ ഉണ്ടാകും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ കയറണം. തിരിച്ചു വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. പിതാവ് വീട്ടിലേക്ക് വരുമ്പോൾ മക്കൾ ഉണ്ടാകും വീട്ടിൽ, അവരോട് സലാം പറയണം. മക്കളോട് സലാം പറയുന്നത് പിതാവ് ഒരു കുറവായി കാണാൻ പാടില്ല. ഭാര്യയോട് സലാം പറയണം, ഭർത്താവിനോട് സലാം പറയണം. ഏതുവരെ? 2 ചങ്ങാതിമാരിങ്ങനെ നടന്നു പോവുകയാണ്, കയ്യും പിടിച്ചിങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോ ഇതാ ഈ ഒരു പില്ലർ നിങ്ങളുടെ മറയായി വന്നു. കയ്യും പിടിച്ചു പോകുമ്പോ ഒരാൾ പില്ലറിന്റെ മറയായി അപ്പുറത്ത് ഭാഗത്തുകൂടെ പോയി, തൊട്ടൊരാൾ ഇപ്പുറത്തുള്ള ഭാഗത്ത് പോയി. എന്നിട്ട് ആ പില്ലറുടെ മറ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നടന്നു പോകുന്നതിനിടയിൽ ഒരു മരം മറയായി വന്നാൽ ആ മരത്തിന്റെ മറ കഴിഞ്ഞ് തിരിച്ചു കാണുമ്പോൾ വരെ അസ്സലാമു അലൈക്കും എന്ന് പറയണം. സ്നേഹമുണ്ടാവാൻ ഇതൊക്കെ ചെയ്യണം. സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവേണ്ടത്. സ്നേഹമില്ലാത്തവർക്ക് അല്ലാഹു സ്വർഗം നൽകൂല എന്നാണ്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവണമെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവണം. യഥാർത്ഥ വിശ്വാസിയായി മാറണമെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവണം. സ്നേഹമുണ്ടാവാൻ നിങ്ങൾ സലാം പറയണം. ആരാ പറയുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഭാര്യ ആഗ്രഹിക്കുന്നു ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടണമെന്ന്, ഭർത്താവ് ആഗ്രഹിക്കുന്നു ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടണമെന്ന്. മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാതിരിക്കുമ്പോഴാണ് ചങ്ങാതിമാരെ നമ്മൾ സമീപിക്കുന്നത്. ഒരു ചങ്ങാതിയിൽ നിന്ന് അത് ലഭിക്കാതെ വരുമ്പോഴാണ് മറ്റൊരു ചങ്ങാതിയെ സമീപിക്കുന്നത്. സ്നേഹമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തോഷവും സംതൃപ്തിയും എന്ന് പറയുന്നത്. ആ സ്നേഹത്തെ തേടി നിങ്ങൾ എവിടെയും പോവേണ്ട. സ്നേഹം ലഭിക്കണോ? സലാമിനെ വ്യാപിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
അടുക്കളയിലുള്ള ഭാര്യ മുറിയിലുള്ള ഭർത്താവിന്റെ മുറിയിലേക്ക് വരുമ്പോ, ഭർത്താവിന്റെ റൂമിലേക്ക് വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കയറണം. അടുക്കളയിലേക്ക് ഭർത്താവ് പോകുമ്പോ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഭാര്യയോട് സലാം പറയണം. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു ഐഡിയ, ഒരു ഉപായം, ഒരു തന്ത്രം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമതായി നബി തങ്ങൾ മദീനക്കാരോട് പറഞ്ഞത് അത്വഇമുത് തുആം, നിങ്ങൾ ഭക്ഷണം നൽകണേ, ഭക്ഷണം നൽകണം. ചങ്ങാതിമാരെ വിളിച്ച് ഇടക്ക് ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്താൽ എത്ര സന്തോഷമായിരിക്കും ചങ്ങാതിമാർക്ക് ഉണ്ടാവുക. എപ്പോഴും അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഭാര്യയെ ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്താൽ എന്തൊരു സന്തോഷമായിരിക്കും ആ ഭാര്യയ്ക്ക് ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്കൊരു അതിഥി വരുമ്പോ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നൊരു ശൈലി നമ്മൾ ഒഴിവാക്കണം. അത് നല്ലതല്ല. വീട്ടിലേക്കൊരു അതിഥി വന്നാൽ ആ അതിഥിക്ക് നമ്മൾ ഭക്ഷണം കൊണ്ടുവരുന്നത് തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ നിന്നാണ്. അൽഫഹം നമ്മൾ ഓർഡർ ചെയ്യുന്നു, ഗ്രിൽ ചിക്കൻ നമ്മൾ ഓർഡർ ചെയ്യുന്നു, പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്യുന്നു, ബട്ടർ ചിക്കൻ നമ്മൾ ഓർഡർ ചെയ്യുന്നു, ബിരിയാണി ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് വളരെ വിദൂരത്ത് നിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാതെ വീട്ടിലേക്ക് വന്ന അതിഥികളെയും കൂട്ടി ഹോട്ടലിൽ പോയി അവിടെ പോയി നിങ്ങൾ കഴിക്കണം. വീട്ടിലേക്ക് വന്നാൽ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൊടുക്കണം. അതാണ് അതിന്റെ ഒരു മര്യാദ. ചില ആളുകൾ വാദിനൊക്കെ പോകുമ്പോ ചില വളരെ റയറായിട്ട് എവിടെങ്കിലും ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ പോരെ. ഹോട്ടലിൽ പോയിട്ട് 500 രൂപ കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഒന്നും ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യരുത്. അതൊന്നും ഒരു അതിഥിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമല്ല. വീട്ടിലേക്ക് അതിഥികൾ വന്നാല് അപ്രതീക്ഷിതമായിട്ട് വന്നു, തിരക്കുണ്ട്, വീട്ടിൽ ഉണ്ടാക്കിയിട്ട് തീരൂല, അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളിൽ ഒഴികെ, ചില സാഹചര്യം എല്ലാത്തിലും എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവും, എല്ലാറ്റിലും ഉണ്ടാവും ചില എക്സെപ്ഷൻസ്. അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഒഴികെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം. അതൊരു മത്തിക്കറിയും ഒരു ചോറാണെങ്കിലും ശരി, അതാണ് ഖൈർ. സ്വന്തം വീട്ടില് മനോഹരമായി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമാണ് ഖൈർ. നിങ്ങൾ ഭക്ഷണം നൽകണം, സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ പറഞ്ഞു വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, കുടുംബബന്ധം ചേർക്കണം. ഇന്ന് സ്വതന്ത്ര ചിന്താഗതിക്കാർക്ക് കുടുംബബന്ധം ചേർക്കുന്നത് ഇഷ്ടമല്ല, ഫെമിനിസ്റ്റുകൾക്ക് കുടുംബബന്ധം ചേർക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മുടെ മക്കളോട് നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നത്, കല്യാണം കഴിച്ച് നിങ്ങൾ ഭർത്താവിന്റെ അടിമയാവണ്ട എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അവിടെ രസകരമായൊരു സംഭവം നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് ചായ കൊടുക്കുന്നത് അടിമത്വമാണെന്ന് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു നമ്മുടെ പെൺകുട്ടികളോട് ഫെമിനിസ്റ്റുകള്. ഭർത്താവിന് പോയിട്ട് ചായ കൊടുക്കുന്നത്, ചായ ഉണ്ടാക്കുന്നത് അടിമത്താണ്. എന്നാ പിന്നെ ഇവരെന്താ ചെയ്യാ? ഇവരെ ജോലിക്ക് പറഞ്ഞേക്കാൻ, ജോലിക്ക് പറഞ്ഞേച്ചാ എന്താ ചെയ്യാ? നല്ല കോട്ടും സൂട്ടും ടൈയൊക്കെ ഇട്ടിട്ട് കോർപ്പറേറ്റ് ഓഫീസുകളിൽ മുതലാളി വരുമ്പോ ഓച്ചാനിച്ചു പോയിട്ട് ഇങ്ങനെ ട്രൈയും പിടിച്ച് ചായ കൊടുക്കുന്നു. അത് വലിയ സ്വാതന്ത്ര്യമാണ്. സ്വന്തം ഭർത്താവിന് ചായ കൊടുക്കുന്നത് അടിമത്തം. ഇത് ഞാൻ തമാശ പറയല്ല, ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പെൺകുട്ടികൾ പറ്റിക്കപ്പെടുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഏതെങ്കിലും ഒരു മുതലാളി വരുമ്പോ, ഒരു ഉദ്യോഗസ്ഥൻ വരുമ്പോ, ഒരു മാനേജർ വരുമ്പോ, ഒരു CEO വരുമ്പോ, ഒരു HM വരുമ്പോ കോട്ടും ടൈയൊക്കെ സൂട്ടൊക്കെ ഇട്ടിട്ട് ഓച്ചാനിച്ച് ട്രെയിനിങ്ങനെ ചായ കൊണ്ടുപോയി കൊടുക്കുന്നതാണോ സ്വാതന്ത്ര്യം? അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ സുഖിച്ച് കടന്നുറങ്ങി ഭർത്താവ് വരുമ്പോ ഒരു ചായ വെച്ചു കൊടുക്കലാണോ? അപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക് പലതും തിരിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായ കാര്യം. അപ്പൊ ഇവര് പറയും 18 വയസ്സാകുമ്പോൾ അവര് പറയും കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല, ഞാൻ പഠിച്ചു തീരട്ടെ, എനിക്ക് പഠിക്കണം. നിങ്ങൾ എന്താ വിചാരിച്ചു? എനിക്ക് പഠിക്കണ്ടേ? അങ്ങനെ പേടിപ്പിക്കും, വീട്ടുകാരെ പേടിപ്പിക്കും. കല്യാണം കഴിക്കാൻ പറയുമ്പോ എനിക്ക് പഠിക്കണം, പഠിച്ചായിക്കോട്ടെ, പഠിച്ചു കഴിഞ്ഞാലോ എനിക്ക് ജോലി വേണം, എനിക്ക് ജോലി വേണം. ജോലി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുമ്പോ 30 വയസ്സായി, ആയിക്കോട്ടെ. എന്നാ 30 വയസ്സ് വരെ വേറൊരാളെയും പ്രണയിക്കൂല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ? അത് പറ്റൂല, അത് പറ്റൂല. ഹറാമായ ലിവിങ് ടുഗദർ പറ്റൂ, കല്യാണം ഹലാലായ കല്യാണം പറ്റൂല. ഇതൊക്കെ എവിടുത്തെ ന്യായ? പെൺകുട്ടികളൊക്കെ ലിവിങ് ടുഗദറിലാണ്. നിങ്ങൾ വിചാരിക്കേണ്ട നമ്മളെ മക്കളൊന്നും ഇതിലില്ല. കല്യാണം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളൊക്കെ ലിവിങ് ടുഗദറില്ല. പ്രേമില്ലാത്ത പെൺകുട്ടികൾ എവിടെയുള്ളത്? ആൺകുട്ടികൾക്ക് പുതിയാപ്പിള കിട്ടുന്നില്ല. നിങ്ങൾക്കറിയോ? അത്
ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നല്ല സുമുഖന്മാരായ ചെറുപ്പക്കാർക്ക് പോലും പെൺകുട്ടികൾ കിട്ടുന്നില്ല. മര്യാദക്ക് നേരാമണ്ണം അന്വേഷിച്ചു പോകുമ്പോ പെൺകുട്ടികളില്ല. എന്തേ? ഈ കുട്ടി ചെയ്ത തെറ്റെന്താ? ഈ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താ? പ്രേമിക്കേണ്ട കാലത്ത് പ്രേമിച്ചില്ല. പണ്ടൊക്കെ ഇവരൊക്കെ പറയാറുണ്ട്, പണ്ടൊക്കെ ഉസ്താദെ ഞാൻ നമ്പറൊക്കെ കൊടുക്കുന്ന കാലത്ത് നമ്പറൊക്കെ കൊടുത്തിട്ട് പ്രേമിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു, ഒന്ന് എനിക്കും പെണ്ണിട്ടായിരുന്നു. ഇപ്പൊ വയസ്സ് 30 ഒരു പെണ്ണ് പോലും കിട്ടുന്നില്ല. തൃപ്തികരമായ ഒരു പെണ്ണെ അന്വേഷിച്ച് പോകുമ്പോ അവൾക്ക് പ്രേമാണ്. അവൾക്ക് അയാൾ ഇഷ്ടമില്ലാതിരിക്കാൻ കാരണം വേറെ റിലേഷനിലാണ്, ലിവിങ് ടുഗദറിലാണ്. പ്രിയപ്പെട്ടവരെ, ഫെമിനിസം നമ്മുടെ മക്കൾക്ക് നൽകിയത് കുടുംബബന്ധം തകർക്കലാണ്. ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഭർത്താക്കന്മാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചയിൽ തന്നെ ഒരു മഹല്ലിൽ 3-4 വിവാഹമോചനങ്ങള്. നിങ്ങൾ കല്യാണം നടക്കുന്നതേ അറിയുന്നുള്ളൂ, കല്യാണം ഡിവോഴ്സ് ആകുന്നത് നമ്മളാണ് അറിയുന്നത്. നിങ്ങളെ കല്യാണത്തിനെ വിളിക്കുന്നുള്ളൂ, നമ്മൾ വിളിക്കുന്നത് ഒത്തുതീർപ്പിനാണ്. ഒരാഴ്ച കഴിയുമ്പോൾ വിവാഹമോചനം. എത്ര വിവാഹമോചനങ്ങളാണ്? എന്താ കാരണം? പെൺകുട്ടികൾ പറയാണ്, ഭർത്താവ് ഉമ്മന്റെ ആളാ, ഉമ്മ പറഞ്ഞതേ ഭർത്താവ് കേൾക്കുന്നുള്ളൂ. അഥവാ ഇവള് പറഞ്ഞത് കേട്ട് ഭർത്താവ് നിൽക്കണം, ഇവളുടെ നിയന്ത്രണത്തിൽ ഭർത്താവ് നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനൊരു മെന്റാലിറ്റിയിലേക്ക് നിങ്ങൾ പോവരുത്. പരിശുദ്ധ ദീൻ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് നിന്നാലേ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. എന്താ ദീന് പറഞ്ഞത്? ഭർത്താവിനെ അനുസരിക്കുന്നവളാകണം പെണ്ണ്. അത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമെന്ന്, ഒരു ആൺ മേധാവിത്വമെന്ന് ഇവിടത്തെ ഫെമിനിസ്റ്റുകൾ പറഞ്ഞാൽ, ഇവിടത്തെ ലിബറലിസ്റ്റുകൾ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ സമ്മതിക്കണം. എന്താ സംഭവിച്ചാല്? അള്ളാഹുവിന്റെ ദീനാണിത്. തീരുമാനം പറയേണ്ടത് അള്ളാഹുവാണ്, പടച്ചറബ്ബാണ് തീരുമാനം പറയേണ്ടത്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് അതിന്റെ നിയമങ്ങൾ പറയേണ്ടത്. ഈ മൈക്കിനെ കുറിച്ച് പറയേണ്ടത് ഞാനും നിങ്ങളല്ല, ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്ററാ JTS 600 വേണോ 800 വേണോ, ഈ മൈക്കിന് എത്ര വാട്ട്സ് വേണം, ആംപ്ലിഫയർ എത്ര വേണം എന്നൊക്കെ നമ്മൾക്ക് പറയാൻ കഴിയില്ല. ദനീഫ പറയേണ്ടത്, അതവർക്കേ പറയാൻ കഴിയുള്ളൂ. അവർ സൗണ്ട് എഞ്ചിനീയേഴ്സ് ആണ്, അവരത് പഠിച്ചവരാണ്. നമ്മൾക്ക് ഇവര് മൈക്ക് ഉഷാറാക്കി തന്ന പ്രസംഗിക്കാം. പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യവും അതിന്റെ തീരുമാനം പറയേണ്ടത് പോളിസി മേക്കേഴ്സ് ആരാണ്? ഒരു സ്കൂളിന്റെ തീരുമാനം പറയേണ്ടത് സ്കൂളിന്റെ മാനേജ്മെന്റ് ആണ്, പേരൻസ് അല്ല. പേരൻസിന് സ്കൂളിന്റെ പോളിസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ സ്കൂളിൽ ചേർക്കാം. ഒരു സ്കൂളിനൊരു പോളിസി ഉണ്ടാവും, അത് മാനേജേഴ്സാ പറയാ, സ്കൂളിന്റെ ഓണേഴ്സാ പറയാ. ഈ പോളിസിക്ക് അനുസരിച്ച് പേരൻസിന് പഠിപ്പിക്കാൻ പറ്റുമോ എങ്കിലും പഠിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്കൂളിൽ പോകണം. അതേപോലെ മനുഷ്യന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. ആണായാലും പെണ്ണായാലും ഈ മനുഷ്യന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. അള്ളാഹുവാണ് പ്രിയപ്പെട്ടവരെ തീരുമാനം പറയേണ്ടത്. ആ തീരുമാനം പറഞ്ഞാൽ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അയ്യകൂന ലഹുമുൽ ഖിയറ. അള്ളാഹു ഒരു തീരുമാനം പറഞ്ഞാൽ ഒരു പെണ്ണിന് സ്വന്തമായിട്ട് പിന്നെ വേറൊരു തീരുമാനം പാടില്ല. ഒരു ആണിനും സ്വന്തമായി തീരുമാനം പാടില്ല. ആൺവേഷം പെണ്ണ് കെട്ടരുത് എന്ന് പറഞ്ഞാൽ, പെൺവേഷം ആണ് കെട്ടരുത് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ, മൈ ചോയ്സ് എന്ന് പറയാൻ പാടില്ല. സമിഅനാ വഅതഅനാ, അള്ളാഹു പറഞ്ഞാൽ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ഈമാൻ അങ്ങോട്ട് തെറിച്ചു പോകും. തമാശ ഒന്നുമല്ലേ ഇത്? അതാണ് നബി തങ്ങൾ പറഞ്ഞത്, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. രാവിലെ സുബഹി നിസ്കരിച്ച ഒരാൾ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്ന ഒരാൾ രാവിലെയാകുമ്പോൾ കാഫിറായി പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോടാ ഞാൻ പറയുന്നത്, വീട് വിട്ടിറങ്ങി അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന മതം വിട്ട എക്സ് മുസ്ലിമീങ്ങളോടല്ല, നവനാസ്തികരോടല്ല, മറ്റുള്ള മതക്കാരോടല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മതബോധമുള്ള പെൺകുട്ടികളോടാ പറയുന്നത്. അള്ളാഹു ഒരു തീരുമാനം പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, ഞങ്ങളതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങളത് ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ്. ഭർത്താവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ അടിമത്വമില്ല. അങ്ങനെയാണ് കുടുംബബന്ധം മുന്നോട്ട് പോവുക. ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യയും ജോലിക്ക് പോകുന്നു. ആരാണ് ഈ മക്കളെ നോക്കുക? അതാണ് ഇന്നത്തെ പുതിയ ലോകം ഉണ്ടാക്കിയ സിസ്റ്റം. മക്കൾ അനാഥരായി, മക്കളെ ശ്രദ്ധിക്കാൻ ആളില്ല.
ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവും ജോലിക്ക് പോകുന്നു, മക്കളെ നോക്കാൻ ആളില്ല. ദീൻ എന്ത് പറഞ്ഞു? കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞു, മക്കളെ ഉമ്മമാരെ നിങ്ങൾ നോക്കണം, നിങ്ങൾ ജോലിക്ക് പോകണ്ട, നിങ്ങൾ പണിയെടുക്കണ്ട, അധ്വാനിക്കണ്ട, കഷ്ടപ്പെടണ്ട, നിങ്ങൾ ബെഡിൽ അങ്ങോട്ട് കിടന്നുറങ്ങിക്കൂടി. നിങ്ങൾക്ക് 3 നേരം തിന്നാൻ, ആവശ്യമുണ്ടാകുമ്പോ വസ്ത്രം ധരിക്കാൻ, താമസിക്കാൻ ഒരു വീട് ഭർത്താവ് തരും. ആ ഭർത്താവിന് ഇതൊന്നും തരാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഭർത്താവ് നിങ്ങൾ ഫസ്ഖ് ചെയ്തോളി. ചെലവിന് തരാത്ത ഭർത്താക്കന്മാരെ വെച്ച് പുലർത്തണ്ട, ഫസ്ഖ് ചെയ്തോളി. നിങ്ങൾക്കൊരു ഭർത്താവ് ചെലവിന് തരുന്നില്ലെങ്കിൽ, ചെലവിന് തരാനുള്ള കഴിവില്ലെങ്കിൽ ആ ഭർത്താവ് നിങ്ങൾ ഒഴിവാക്കിക്കോളി. അത്രത്തോളം അള്ളാഹുവിന്റെ ദീൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള സംവിധാനം എത്ര സുഖമായിരുന്നു. ഈ സുഖലോലുപതയിൽ നിന്നാണ് ജോലിയുടെ ഭാരത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടുപോയത്. എന്നിട്ട് പറഞ്ഞു അത് സ്വാതന്ത്ര്യമാണ്. ഞാൻ ആ പുരുഷന്മാരോട് ചോദിക്കാം, ഞാൻ നിങ്ങളോട് ചോദിക്കാം, സത്യസന്ധമായിട്ട് പറയണം, ഒരു പണിയെടുക്കാതെ വീട്ടിലിരിക്കുമ്പോ മര്യാദക്ക് ഒരു 50,000 രൂപയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും പണിയെടുക്കാൻ പോകും? ആരെങ്കിലും പോകും? നമ്മൾ എന്താ എപ്പോഴും എല്ലാവരും പറയാറുള്ളത്, പണിയില്ലാതെ 50,000 കിട്ടി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കായിരുന്നു നമ്മളെല്ലാരും പറയും. ഇതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? ഇതല്ലേ സത്യത്തിൽ ഇപ്പൊ പെൺകുട്ടികൾക്ക് കിട്ടുന്നത്, നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുന്നതല്ലേ? ഒരു പണിയെടുക്കാതെ വേണ്ടത് തിന്നാൻ, വേണ്ടത് കുടിക്കാൻ, വേണ്ടത് ധരിക്കാൻ, വേണ്ടത് കിടന്നുറങ്ങാൻ ഒരു പണിയെടുക്കാതെ കിട്ടുന്ന സുഖല്ലേ? ഇതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ആരാന്റെ ചീത്ത കേൾക്കാൻ കോർപ്പറേറ്റ് കമ്പനികളിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോവാണ് ഇവര്, അടിമത്തത്തിലേക്ക് പോവാൻ. എന്നിട്ട് അതിനെക്കുറിച്ച് ഈ ലോകം വിളിക്കുന്ന പേരാണ് പുരോഗമനം. ഞാനതാ പറഞ്ഞത്, പറ്റിക്കാണ്, കൃത്യമായി നമ്മുടെ പെൺകുട്ടികളെ പറ്റിക്കാണ്. എന്താണ് ഇങ്ങനെ ജോലിക്ക് പോയാലുള്ള ഈ കോർപ്പറേറ്റുകളുടെ ലാഭം? എന്താ? കുടുംബം തകരും. കുടുംബം തകർന്നാലുള്ള നേട്ടം എന്താണ്? ആളുകൾ അനാചാരത്തിലേക്കും അധാർമികതയിലേക്കും പോകും. അധാർമികതയിലേക്ക് പോയാലോ ഇവിടെ ഇസ്ലാം കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാരും മുസ്ലിമീങ്ങളായാൽ എന്താണ് നഷ്ടം? നിങ്ങൾ ആലോചിക്കുക. എല്ലാരും മുസ്ലിമീങ്ങളായാൽ എന്താണ് ഈ കോർപ്പറേറ്റുകൾക്ക് നഷ്ടം? എന്താ? വലിയ നഷ്ടമുണ്ട്, വലിയ നഷ്ടമുണ്ട്. കള്ളുടിക്കാൻ ആള് കിട്ടൂല, വ്യഭിചരിക്കാൻ ആള് കിട്ടൂല, നൈറ്റ് ലൈഫുകളുണ്ട് പല സ്ഥലങ്ങളിലും, അതൊന്നും സക്സസ് ആവൂല. കഞ്ചാവിന് ആളെ കിട്ടൂല. കോസ്മെറ്റിക്സ്, കോടിക്കണക്കിന് രൂപയുടെ സുഗന്ധ വസ്തുക്കള് കച്ചവടം നടത്താൻ കഴിയാതെ അവിടെ ബാക്കിയാകും. കാരണം നമ്മുടെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ മിനിമം ഒരു 5,000 രൂപയുടെ കോസ്മെറ്റിക്സ് എങ്കിലും വേണം. ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികള് പൊട്ടിയിടൂല, ഫൗണ്ടേഷൻ ഇടൂല, ലിപ്സ്റ്റിക് ഇടൂല, ഐലൈനർ ഉപയോഗിക്കൂല, മോയിസ്ചറൈസർ ഉപയോഗിക്കൂല. എന്നാൽ ഹിജാബ് തുറന്ന് നടക്കുന്ന പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ മിനിമം ഒരു 5,000 രൂപയുടെ ചെലവുണ്ട്. മുടിയും കൂടി സ്ട്രൈറ്റ് ചെയ്താൽ 10,000 രൂപയുടെ ചെലവുണ്ട്. അവരുപയോഗിക്കുന്ന കണ്ടീഷണർ, അവരുപയോഗിക്കുന്ന ഷാംപൂ, അവരുപയോഗിക്കുന്ന സിറമുകള്, ഇതെല്ലാം കയ്യിലുപയോഗിക്കുന്ന നൈൽ പോളിഷർ, കയ്യിലേക്ക് ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ, ഇങ്ങനെയൊക്കെയായി ഒരു പെൺകുട്ടി പുറത്തിറങ്ങണമെങ്കിൽ മിനിമം ഒരു 10,000 രൂപ ചെലവുണ്ട്. ഇത് ഇവര് ഹിജാബ് ധരിച്ചാൽ കോർപ്പറേറ്റുകൾക്ക് നഷ്ടം. തമാശല്ല. നിങ്ങൾ എന്താ വിചാരിച്ച ഹിജാബ് ധരിച്ചത് കൊണ്ട് ഇവർക്ക് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണെന്നോ? ഹിജാബിന് എന്തിനാ എല്ലാവരും വിലക്കുന്നത്? പർദ്ദ എന്തിനാണ് എല്ലാവരും ചോദ്യം ചെയ്യുന്നത്? എത്ര കണ്ട് വസ്ത്രം ഓപ്പൺ ആക്കുന്നുവോ അത്ര കണ്ട് കോർപ്പറേറ്റുകൾക്ക് ലാഭമാണ്. ഒരു ഫ്രോക്ക് ഇട്ടിട്ട് വരാണെന്ന് വിചാരിച്ച ഒരു പെൺകുട്ടി, അപ്പൊ മുട്ടിന്റെ താഴെ മുടിയൊക്കെ റിമൂവ് ചെയ്യണം, വാക്സ് ഉപയോഗിക്കണം, ലേസർ ഉപയോഗിക്കണം, എന്നിട്ട് അവിടെ ക്രീം പുരട്ടണം, നൈൽ പോളിഷ് ചെയ്യണം. അതിനൊക്കെ പൈസ ഇല്ലേ? അതുകൊണ്ടാണ് പെൺകുട്ടികളെ നന്നായി തുറക്കുകയും ആൺകുട്ടികളെ നന്നായി അടക്കുകയും ചെയ്യുന്നത്. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങണമെങ്കിൽ ലിപ്സ്റ്റിക് വേണ്ട, പൗഡർ വേണ്ട, ഫൗണ്ടേഷൻ വേണ്ട, മോയിസ്ചറൈസർ വേണ്ട, സൺസ്ക്രീന് വേണ്ട, ഐലൈനർ വേണ്ട, ഒന്നും വേണ്ട. ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇട്ട കുപ്പായിട്ടിട്ട് ഒരൊറ്റ ഓട്ടം. നമ്മളെ പെൺകുട്ടികൾക്ക് ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇട്ട് ഇവിടെ ചുറ്റുഭാഗത്ത് കുറച്ച് റെഡ് കളറാക്കി, കണ്ണിന്റെ മുകളിൽ കുറച്ച് റെഡ് കളറാക്കി, ഇവിടെ ഇങ്ങനെ മയിൽപീലിയാക്കി, ചുണ്ട് കുറെ നേരം ലിപ്സ്റ്റിക് ഇട്ട്, എന്നിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഇതാണ് ഹിജാബ് വിലക്കാൻ കോർപ്പറേറ്റുകൾ താല്പര്യം കാണിക്കുന്നത്. ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചാൽ കോർപ്പറേറ്റുകൾക്ക് 5,000 രൂപ നഷ്ടമാണ് ഒരു മാസത്തിൽ. മിനിമം, ഞാൻ പറയുന്നത് മിനിമം 5,000 രൂപ നഷ്ടമാണ്. അങ്ങനെ ഒരു 100 പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചാലോ എത്ര നഷ്ടം? ഒരു നാട്ടിലെ 100 ആളുകൾ ധരിച്ചാൽ
അപ്പം ഇസ്ലാം മതം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള മതം ഇസ്ലാമാണ്. ഈ മുസ്ലിമുകൾ മൊത്തം ഹിജാബ് ധരിച്ചാലോ കോർപ്പറേറ്റുകൾ ഇഷ്ടത്തിലാകും. അപ്പൊ അതുകൊണ്ട് ഹിജാബ് നിരോധിക്കണം. അതാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഹിജാബുകളൊക്കെ വിലക്കപ്പെടാനുള്ള കാരണമൊക്കെ അതിന്റെ സീക്രട്ടൊക്കെ അതാണ്. അത് ആർക്കും മനസ്സിലാവുന്നില്ല, നമ്മുടെ പെൺകുട്ടികൾക്ക് അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് ദയനീയമായ കാര്യം. അപ്പൊ വസീലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുന്നവരാകണം. കുടുംബബന്ധം ചേർക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും തെറ്റു ചെയ്യാതെ തെറ്റിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ശ്രമിക്കുക. എവിടെ ഇരിക്കുന്ന നിങ്ങൾ തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കാം, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. നമ്മള് കുറെയൊക്കെ തെറ്റ് ചെയ്യാതിരിക്കുന്നത് ഉപ്പാനെ പിടിച്ചിട്ടല്ലേ? അള്ളാനടവെക്ക്, അള്ളാനടവെക്ക്. കുറെയൊക്കെ നമ്മൾ തെറ്റു ചെയ്യാതെ ജീവിക്കുന്നത് ഉപ്പാനും ഉമ്മാനും പിടിച്ചിട്ടല്ലേ? കുടുംബക്കാരറിഞ്ഞാൽ, ഉപ്പയുമ്മയും അറിഞ്ഞാൽ, സഹോദരങ്ങൾ അറിഞ്ഞാൽ, പെങ്ങന്മാരറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ, ഈ പേടിയാണ് പലരെയും തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അങ്ങനെ ഇങ്ങനെ എത്ര നാട്ടിൽ സൂക്ഷിച്ചാലും ടൂർ പോയാൽ എല്ലാ തോന്നിവാസം കാണിക്കും. കാരണം അവിടെ ഉപ്പില്ല, അവിടെ ഉമ്മയില്ല, അവിടെ നാട്ടുകാരില്ല, അവിടെ കുടുംബക്കാരില്ല. എന്ത് തോന്നിയ കഞ്ചാവടിക്കും, ലഹരി ഉപയോഗിക്കും, വ്യഭിചാരത്തിൽ ഏർപ്പെടും, ഒക്കെ ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുടുംബ ബന്ധം നിലനിൽക്കണമെന്ന് ഇസ്ലാം പറയുന്നത്? തെറ്റുകൾ വ്യാപകമാവാതിരിക്കാനാണ്. ഇപ്പൊ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറങ്ങി, ഉപ്പയില്ലാത്ത അമേരിക്ക, ഫാദർലെസ് അമേരിക്ക എന്നുള്ളൊരു പുസ്തകം ഇറങ്ങി. അതിന്റെ അർത്ഥം തന്തയില്ലാത്ത അമേരിക്ക എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഉപ്പയില്ലാത്ത അമേരിക്ക ഉണ്ടായത്? ലിവിങ് ടുഗദറിലൂടെയാണ്. നമ്മൾ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോ അവർ കല്യാണത്തെ എന്ത് ചെയ്തു? 6-ാം നൂറ്റാണ്ടായി ചിത്രീകരിച്ചു. അപ്പൊ അവർ ലിവിങ് ടുഗദറായി, കാമുകന്മാരുടെ കൂടെ ലിവിങ് ടുഗദറാണ്. അപ്പൊ ഒരു കാമുകന് ഇവളുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ച് ഇവളെ മടുത്താൽ ഏത് സമയത്തും പിരിയാം. കാരണം ലീഗലായിട്ട് അവർ കല്യാണം കഴിച്ചിട്ടില്ല. അതിനിടയിൽ ഇവർക്കൊരു കുട്ടി ഉണ്ടാകും. ആ കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് അറിയില്ല, അച്ഛൻ വേറെ ലിവിങ് ടുഗദറിലായിരിക്കും. അങ്ങനെ ഒരു നാടിലെ നല്ലൊരു ശതമാനം ആളുകളും ഉപ്പ ആരാണ് തന്ത ആരാണെന്ന് അറിയാത്ത മക്കള്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉപ്പയില്ലാത്ത മക്കൾ തെറ്റ് ചെയ്യും. നമ്മൾ തെറ്റ് ചെയ്യിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഉപ്പാനെ പഠിച്ചിട്ടാണ്. നല്ലൊരു ശതമാനം നമ്മളും ഒരു 15-25 വയസ്സുവരെയൊക്കെ നമ്മൾ നല്ലൊരു ശതമാനം ആളുകളും തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഉപ്പാനും ഉമ്മാനും പഠിച്ചിട്ടാണ്. ഈ ഉപ്പായും ഉമ്മയും തമ്മിലുള്ള ബന്ധം തകർക്കപ്പെട്ടാലോ ഒരു പെൺകുട്ടിക്ക് ഒരു കൂസലില്ലാതെ നമ്മുടെ നാട്ടിൽ ഫ്രോക്ക് ഇട്ട് നടക്കാൻ പറ്റും, തല മറക്കാതെ നടക്കാൻ പറ്റും, ശരീരത്തിന്റെ ഔറത്ത് മറക്കാതെ നടക്കാൻ പറ്റും, ഏത് കാമുകന്റെ ഷോൾഡറിൽ കൈവച്ച് ഇതാ ഈ ഭാവിക്കരയിലൂടെ നടക്കാൻ പറ്റും, ഉപ്പാനുമ്മാനെ പേടിയില്ലെങ്കിൽ, നാട്ടുകാരെ പേടിയില്ലെങ്കിൽ. അപ്പൊ ഇസ്ലാം പറയുന്നു ഈ ഭയവും ഈ റെസ്പെക്റ്റും ഈ ബഹുമാനവും എന്നും നിലനിൽക്കണം. സോഷ്യലിസം, ലിബറലിസം, സ്വതന്ത്ര ചിന്താഗതിക്കാര് പറയുന്നു ഇങ്ങനൊരു കടപ്പാട് വേണ്ടേ വേണ്ട. യുവർ ബോഡി യുവർ ചോയ്സ്. അപ്പൊ അതിന്റെ രഹസ്യം മനസ്സിലായില്ലേ? എല്ലാവരും അവര് വിചാരിക്കുന്ന ധാർമ്മികതയിലേക്ക് പോകണം. നമ്മൾ കല്യാണത്തിന്റെ ചില ദോർത്തുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. സംയുക്ത ജമാഅത്തൊക്കെ ചില തീരുമാനങ്ങളെടുക്കും. എന്നിട്ട് ഇതുവരെ സക്സസ് ആയോ? ഇതുവരെ തീരുമാനമായോ? സംയുക്ത ജമാഅത്ത് എപ്പോഴും സർക്കുലർ ഇറക്കും. വിവാഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ സംയുക്ത ജമാഅത്ത് സർക്കുലർ ഇറക്കി. ഒരു കല്യാണത്തിലും എന്തുണ്ടാവാൻ പാടില്ല, ദൂർത്തുണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഈ പറഞ്ഞ കമ്മിറ്റിക്കാരെ കല്യാണത്തിലാണ് ആദ്യം ദൂർത്തുണ്ടാവുക. സംയുക്ത ജമാഅത്തിന്റെ കമ്മിറ്റിയിലൊക്കെ അധികം മുതലാളിമാരുണ്ടാവും. അവരുടെ കല്യാണത്തിനാണ് ആദ്യമായി ദൂർത്തുണ്ടാവുക. പിന്നെ ബാക്കിയുള്ള ആളുകൾ എങ്ങനെ അംഗീകരിക്കും? അപ്പൊ എന്താ അതിന്റെ പരിഹാരം? പരിഹാരം എന്താ? എന്താണ് ദൂർത്ത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത് ചെയ്യാത്ത കാലത്തോളം നമ്മുടെ കല്യാണങ്ങളിലുള്ള ആർഭാടങ്ങളും തോന്നിവാസങ്ങളും അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്താണ് കല്യാണങ്ങളിലുള്ള ദൂർത്ത് എന്ന് പറഞ്ഞാല്? വലിയൊരു കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തിലേക്ക് നിക്കാഹിന് വരുന്നത് ആദരണീയരായ സയ്യിദന്മാര്, തങ്ങന്മാര്. നിക്കാഹിന് മുമ്പ് ഒരു പ്രഭാഷണം നടത്താൻ പണ്ഡിതന്മാര്, സദസ്സിലൊക്കെ നിറയെ ഉസ്താദുമാര്. ആ ഉസ്താദുമാരെ സ്വീകരിക്കുന്നത് ആരാ? സ്വീകരിക്കുന്നത് എൻട്രൻസിൽ സ്വീകരിക്കാൻ നിൽക്കുന്നത് അർദ്ധനഗ്നയായ പെൺകുട്ടികൾ. അർദ്ധനഗ്നയായ പെൺകുട്ടികൾ. ഇപ്പൊ അടുത്ത് ഞാൻ 2 കല്യാണത്തിന് പോയി. അങ്ങനെയുള്ള 2 കല്യാണത്തിന് ഹാഫ് നെയ്ക്കഡായി സ്കേർട്ട് ധരിച്ച പെൺകുട്ടികൾ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നിന്നിട്ട് ഉസ്താദുമാർ വരുമ്പോ, തങ്ങൾ വരുമ്പോ ഇങ്ങനെ നിൽക്കുക. 2 കല്യാണങ്ങൾ ഞാൻ കണ്ടു കാസർഗോഡ് ജില്ലയിൽ. എങ്ങനെ സംഭവിക്കുന്നു? മുതലാളിമാർ ഇവന്റിന് കൊടുക്കാൻ, ഇവന്റ് മാനേജ്മെന്റില് മുസ്ലിങ്ങളുടെ കല്യാണം നടത്തും, ക്രൈസ്തവരുടെ കല്യാണം നടത്തും, ഹിന്ദുക്കളുടെ കല്യാണം നടത്തും, മതമില്ലാത്തവരുടെ കല്യാണം നടത്തും. അപ്പൊ ഇവര് കല്യാണം നടത്തണമെന്ന് വിചാരിക്കുമ്പോൾ ഇവരുടെ മെന്റാലിറ്റിയിൽ സ്വീകരിക്കാൻ പെണ്ണ് തന്നെ വേണം.
ആ പെണ്ണാണെങ്കിൽ ഹാഫ് നേക്കഡ് കൂടി ആയാൽ, അർദ്ധനഗ്നർ കൂടി ആയാൽ ഒന്നും കൂടി ഉഷാറായി. അപ്പൊ ഒരു മുസ്ലിമിന്റെ കല്യാണത്തിന് വരുന്നത് വലിയ വലിയ തങ്ങന്മാരാണ്, വലിയ വലിയ പണ്ഡിതന്മാരാണ് എന്നോർക്കറിയില്ല. പക്ഷെ അതാരാ നിയന്ത്രിക്കേണ്ടത്? വീട്ടിലുള്ള മുതലാളിമാർ, കല്യാണം കഴിപ്പിക്കുന്ന മുതലാളിമാർ. അപ്പോ എൻട്രൻസിൽ വന്ന് അർദ്ധനഗ്നരായി പുഞ്ചിരിച്ചിങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന പെൺകുട്ടികളല്ല. അതാണ് ധൂർത്ത് എന്ന് പറയുന്നത്. അത് അനാചാരാണ്, അത് അനിസ്ലാമികമാണ്. അത്തരം പ്രവർത്തനങ്ങള് നമ്മുടെ കല്യാണങ്ങളിൽ ഉണ്ടാവരുത്. കല്യാണങ്ങളിലുള്ള ധൂർത്ത് എന്ന് പറയുന്നത് ആണും പെണ്ണും ഇടകലരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ്. ഉറൂസായാലും അങ്ങനെ തന്നെ, കല്യാണം മാത്രമാക്കണ്ട, ഉറൂസായാലും അങ്ങനെ തന്നെ. ആണും പെണ്ണും ഇടകലരാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നത് കല്യാണത്തിലുള്ള ധൂർത്താണ്. അല്ലാതെ നല്ല ഭക്ഷണം കൊടുക്കുന്നത് ധൂർത്തല്ല, നല്ല ഭക്ഷണം കൊടുക്കുന്നത് ധൂർത്തല്ല, നല്ല പന്തലിടുന്നത് ധൂർത്തല്ല, നല്ല വസ്ത്രം ധരിക്കുന്നത് ധൂർത്തല്ല. ധൂർത്ത് എന്ന് പറയുന്നത് അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ് ധൂർത്ത് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേജിൽ കയറി ആണും പെണ്ണും കൂടി നൃത്തം കളിക്കുക, ഡാൻസ് ചെയ്യുക. പരിശുദ്ധ ദീനിൽ ഒരു പെണ്ണിനെ ആണിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്. അതെല്ലാരും മനസ്സിലാക്കുക, എല്ലാരും മനസ്സിലാക്കുക. ഒരു പെണ്ണിനെ ആണിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് തന്നെ ഇസ്ലാമിൽ തെറ്റാണ്, അനാചാരമാണത്, ധൂർത്താണത്, അമിതവ്യയമാണത്, ഇസ്രാഫാണത്, അല്ലാഹു തആല ചോദ്യം ചെയ്യുന്ന മഹാപാപമാണത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് കല്യാണങ്ങളിലുള്ള ധൂർത്ത് എന്ന് പറഞ്ഞാൽ അത് മനോഹരമായ വ്യത്യസ്തമായ ഭക്ഷണം കൊടുക്കലല്ല. നമ്മളൊക്കെ വിചാരിച്ചത് വലിയ ഭക്ഷണത്തിന്റെ കൗണ്ടർ ഉണ്ടാകും, ഒന്നിലിങ്ങനെ ആക്കൂറ, മറ്റൊന്നിന് ആവോലി, തൊട്ടപ്പുറത്ത് മട്ടന്, ഇവിടെ ബീഫ്, ഇവിടെ ഫിഷ്, ഇവിടെ ചിക്കന്, ഇവിടെ വെജിറ്റബിള്, തൊട്ടപ്പുറത്ത് ആയിരക്കണക്കിന് പുഡിങ്ങുകള്, തൊട്ടപ്പുറത്ത് വ്യത്യസ്തമായ ലൈവ് ജ്യൂസുകള്, അതിന്റെ തൊട്ടപ്പുറത്തുള്ള കൗണ്ടറിൽ ചായ. ഇതൊക്കെ കാണുമ്പോ നല്ലോണം മൂക്കറ്റം വരെ തിന്നിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് പറയും, എന്തൊരു ധൂർത്ത. വേറെ നിറയെ തിന്നു മൂക്കറ്റം വരെ പല്ലുമ കുത്തിയിട്ട് പറയും എന്തൊരു ധൂർത്ത. അത് ധൂർത്തല്ല, അതിനെയല്ല ധൂർത്ത് എന്ന് പറയുന്നത്. അത് വീട്ടിലേക്ക് ക്ഷണിക്കുന്ന, വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ അതിഥികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതാണ്. അതിനെയല്ല ധൂർത്ത് എന്ന് പറയേണ്ടത്. മനോഹരമായ പന്തലും കസേരയും മനോഹരമായ ഡെക്കറേറ്റുകളൊക്കെ ഉണ്ടാകുമ്പോ അതിനെയല്ല ധൂർത്ത് എന്ന് പറയുന്നത്. എന്താ ഇപ്പൊ നമ്മൾക്ക് ഈ സ്റ്റേജ് കെട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഈ ഷീറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? മറ്റേ തുണിയുടെ പന്തലിട്ടാ പോരെ? ഈ ലൈറ്റിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഈ കാർപ്പറ്റിന്റെ ആവശ്യമുണ്ടോ? ഇതിനൊക്കെ ധൂർത്ത് എന്നല്ല പറയേണ്ടത്. നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന ആളുകൾക്ക് തൃപ്തികരമായ ഒരു ആംബിയൻസ് ഉണ്ടാക്കി കൊടുക്കണം, എങ്കിലേ അത് രസം ഉണ്ടാവുള്ളൂ. ഉറൂസ് നിങ്ങൾ ഈ ലൈറ്റ് ഒന്നും ഇടാതെ ഒരു കൊച്ചു പേരിന് 4 പില്ലർ വെട്ടി 4 വെള്ള തുണിയും കെട്ടി ഒരു സ്റ്റേജും വെച്ചാൽ ഉറൂസാവൂലത്. അത് വിളിച്ചു വരുത്തുന്ന അതിഥികളോട് കാണിക്കുന്ന അപമര്യാദയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. ഇതിനെല്ലാം നമ്മൾ ധൂർത്ത് എന്ന് പറയുന്നത്. അനിസ്ലാമികമായ പ്രവർത്തനം നടക്കുന്നുണ്ടോ അതിനെയാണ് ധൂർത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ കുറെ ലൈറ്റ് കണ്ടാൽ അത് ധൂർത്തല്ല. ചില ആളുകൾക്ക് തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണ്, ഉറൂസിന് കുറെ ലൈറ്റ് വെച്ചാൽ അത് ധൂർത്തുന്ന. ഉറൂസിന് കുറെ ലൈറ്റ് വെക്കുന്നത് ധൂർത്തല്ല. ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് വേറെന്തെങ്കിലും ചെയ്തുകൂടെ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പലതും ചോദിക്കാനുണ്ടാവും അല്ലെ. സിഗരറ്റ് വലിക്കുന്ന ഒരാളോട് ചോദിച്ചു, എത്രയാ നിനക്ക് ഒരു ദിവസത്തിൽ എത്ര സിഗരറ്റ് വലിക്കും? ഞാൻ 2 പാക്ക് വലിക്കും. ഒരു പാക്കിന് എത്ര വില? 200. 2 പാക്കാകുമ്പോൾ 400. അപ്പൊ 400 രൂപ നീ ഇത് എടുത്തു വെച്ചിരുന്നെങ്കിൽ നിനക്ക് വലിയൊരു ബെൻസ് കാറ് വാങ്ങായിരുന്നില്ലേ എന്ന് വെച്ചു. അപ്പൊ തിരിച്ചു വെച്ചു, നിന്റെ ബെൻസ് എടുത്തു. നീ വലിക്കുന്നില്ലല്ലോ, നിന്റെ ബെൻസ് എടുത്തു വെച്ചു. അതേപോലെയാണ് അതിന്റെ കഥ. ഇയാളെ വലിക്കുന്നില്ല, ഇയാളെ ബെൻസ് ഉണ്ടാവണ്ടേ? അതിന്റെ കഥ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ പലതും ചോദിക്കാനുണ്ടാവും. അപ്പൊ ധൂർത്ത് എന്ന് പറയുന്നത് അനിസ്ലാമികമായ പ്രവർത്തനം ഉണ്ട്. വിളക്ക് കത്തിക്കുന്നത്, ഈ വിളക്ക് കത്തിക്കുക, ഈ ലൈറ്റ് കത്തിക്കുന്നത് അനിസ്ലാമികമാണോ നോക്കുക? അല്ല. കാർപ്പറ്റ് വിരിക്കുന്നത് അനിസ്ലാമികമാണോ നോക്കുക? അല്ല. ഭക്ഷണം കൊടുക്കുന്നത് അനിസ്ലാമികമാണോ നോക്കുക? അല്ല. വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ചൂടേൽക്കാതിരിക്കാൻ കൂളർ വെക്കുന്നത് അനിസ്ലാമികമാണോ നോക്കുക? അല്ല. അതൊന്നല്ല അനിസ്ലാമികം. അപ്പൊ ഒരു പെണ്ണ് ഹാഫ് നേക്കഡ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അനിസ്ലാമികാണോ? ആണ്. ആണും പെണ്ണും ഇടകലർന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്, അനിസ്ലാമികാണോ? ആണ്. വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെറുപ്പക്കാരും പുതിയാപ്പിളയെ റാഗ് ചെയ്യുന്നുണ്ട്, അനിസ്ലാമികാണോ? ആണ്. രാത്രി ഉറങ്ങാൻ വിടാതെ സുബഹി നിസ്കാരം ഖളാ ആവുന്ന രീതിയിൽ ചെറുപ്പക്കാർ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്, അനിസ്ലാമികാണോ? ആണ്. ഭർത്താവിന്റെ പുതിയാപ്പിളയുടെ അറയിൽ പോയിട്ട് അവിടെയുള്ള ഫാനും അവിടെയുള്ള വസ്തുക്കളും അവിടെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർത്ത് തരിപ്പണമാക്കുന്നുണ്ടോ? ഇസ്രാഫാണ്. ഇതൊക്കെയാണ് ഇസ്രാഫ്. അപ്പൊ കൃത്യമായിട്ട് അനിസ്ലാമിക് എന്താണ്, ഇസ്രാഫ് എന്താണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് കൃത്യമായി പറയണം. ഫോട്ടോ എടുക്കൽ ഇസ്രാഫാണോ? ആണെങ്കിൽ ഇത് ഇസ്രാഫ് ആവണം. ഫോട്ടോ എടുക്കൽ ഇസ്രാഫാണോ? അത് ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ കാണുന്ന ലൈവ് ഇസ്രാഫാണ്. കല്യാണത്തിന് ഫോട്ടോ എടുക്കൽ ഇസ്രാഫാണെന്ന് ആരെങ്കിലും പറഞ്ഞാല് എനിക്ക് അഭിപ്രായമില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വാലും ഇവിടെ ലൈവ് ടെലികാസ്റ്റിംഗ് നടത്താൻ പാടില്ല.
ഒരു ഉസ്താദുമാരുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, ഒരു പണ്ഡിതന്മാരുടെ ഫോട്ടോ പത്രങ്ങളിൽ വരാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഫോട്ടോ എടുക്കുന്ന ഇസ്രാഫാണോ? ആവൂല. എന്തുകൊണ്ട്? എല്ലാവരും എടുക്കുന്നു. എല്ലാവരും എടുക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഹലാലാവൂല. എന്നാൽ ഫോട്ടോ എടുക്കുന്ന വിഷയത്തില് ഹറാമാണെന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കില്ല. അപ്പൊ എന്താണ് ഹറാം? അപ്പൊ വേറൊരു കാര്യം പറയാം. ഒരു പെൺകുട്ടി, നമ്മുടെ വീട്ടിലുള്ള പുതുനാരി, നമ്മുടെ വീട്ടിലുള്ള വധു, നമ്മുടെ പെങ്ങളാണ് പുതിനാട്ടിയെങ്കിൽ പുതുനാരിയെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ ഒരു മെയിൽ ഫോട്ടോഗ്രാഫർ വരിക, ക്യാമറമാൻ വരിക, ആണ് വന്നിട്ട് ഒരു പുതുനാരിയുടെ ഫോട്ടോ എടുക്കുക. ഇസ്രാഫാണ്, ഹറാമാണ്, ഹറാമാണ്. ആ കല്യാണങ്ങൾ നിരോധിക്കപ്പെടേണ്ടതാണ്. ആ ക്യാമറ സിസ്റ്റം നിരോധിക്കപ്പെടേണ്ടതാണ്, തടയപ്പെടേണ്ടതാണ്. അപ്പൊ പെൺകുട്ടിയാണ് പുതുനാരിയെങ്കിൽ അവിടെ ഫോട്ടോഗ്രാഫറുമായിട്ട് ഒരു പെണ്ണ് വരണം, ഫീമെയിൽ ഫോട്ടോഗ്രാഫർ വരണം. പെണ്ണിന്റെ കല്യാണത്തിന്, ആണിന്റെ കല്യാണത്തിന് ആൺ ഫോട്ടോഗ്രാഫർ വരണം. സ്ത്രീകളുടെ ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് വരണം. പുരുഷന്മാരുടെ ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ മെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് വരണം. അപ്പോഴാണ് അത് ഇസ്ലാമികാവുക. അല്ലെങ്കിൽ മറ്റതും അനിസ്ലാമികം തന്നെയാണ്. എന്താ കല്യാണത്തിലെ ഫോട്ടോ? ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, ചെരിയാൻ പറയാ, തിരിയാൻ പറയാ, ചാടാൻ പറയാ, കൈപൊക്കാൻ പറയാ. ഇതൊക്കെ ആരുടെ മുമ്പിലാ? ഒരു അന്യ പുരുഷന്റെ മുമ്പിലാണ് പെണ്ണ് അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത്. ആർക്കാ ഇത് ഇസ്ലാമികം എന്ന് പറയാൻ പറ്റുക? ഏതൊരാൾക്കാ ഇത് അനുവദനീയാണെന്ന് പറയാൻ പറ്റുക? അന്യ പുരുഷൻ, ഒരു ബന്ധമില്ലാത്ത അന്യ പുരുഷന്റെ മുമ്പില് എല്ലാം തുറന്നൊടുക്കുക. ഇതെങ്ങനെ ഇസ്ലാമികം എന്ന് പറയാൻ പറ്റും? എന്നിട്ട് ഇവർ ആ ഫോട്ടോ കൊണ്ടുപോയിട്ട് ലാപ്ടോപ്പിലും സിസ്റ്റത്തിലിട്ട് അതിനെ എഡിറ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അനിസ്ലാമികാണ്. അപ്പൊ ഇസ്ലാമികന്ത് അനിസ്ലാമികന്ത് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയാം. ഇതൊക്കെ പറയുമ്പോ തന്ത വൈബ് നിങ്ങൾ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. ചില ആൾക്ക് തോന്നി ഇതൊക്കെ തന്തവൈബാണല്ലേ. ഇവരൊക്കെ കേൾക്കുന്ന ചില സ്വതന്ത്ര ചിന്താഗതിക്കാരൊക്കെ ഉണ്ടാവും, ദീനെന്തെന്നറിയാത്ത സ്വതന്ത്ര ചിന്താഗതിക്കാര്. നിങ്ങളോടല്ലേ ഇത് പറയുന്നത്? ഇത് ഇസ്ലാമുള്ള മുസ്ലിങ്ങളോടാ പറയുന്നത്. മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്, അല്ലാതെ മറ്റുള്ള മതക്കാരോടോ നിരീശ്വരവാദികളോടോ നവനാസ്തികരോടൊന്നും അല്ല ഈ പറയുന്നത്. ഈ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു പ്രാക്ടിക്കൽ മുസ്ലിമിനോട് മാത്രം പറയുന്ന ഒരു വിഷയമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യം ആദ്യമായി പറഞ്ഞത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒന്നാമത്തേത് സലാം പറയണം, രണ്ടാമത്തേത് ഭക്ഷണം നൽകണം, മൂന്നാമത്തേത് നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, നാലാമത്തേത് പറഞ്ഞത് വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവരാകണം. അതാണ് വിഷയം. നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചാൽ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരായാൽ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, പിന്നെ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാകണം. നിർത്താനായാലും ഞാൻ നിർത്തട്ടോ, നിർത്താനായാലും നിർത്താം, ഒരു കുഴപ്പമില്ല. ഇനി തുടരണമെങ്കിൽ എത്ര വേണമെങ്കിലും പറയുകയും ചെയ്യാം, അതും കുഴപ്പമില്ല. അപ്പൊ അവസാനം ഒരു 11:30 മണിയാകുമ്പോൾ നിർത്താം. 1:30 മണിയാകുമ്പോൾ നിർത്താം. 1:15, ഒരു 15 മിനിറ്റ് കൂടി. അപ്പോ മഹാനായ സഖ്തി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ വളരെ സൂക്ഷ്മതയുള്ള ഒരു വളരെ ത്യാഗിയായ സൂഫി വര്യനാണ്, സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, 30 വർഷമായിട്ട് ഞാൻ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 30 വർഷമായിട്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റെന്തെന്നറിയോ? മിൻ ഖൗലി മർറ അൽഹംദുലില്ലാഹ്, ഒരു തവണ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ 30 വർഷമായി ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. ഒരു തവണ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അതിന്റെ പേരിൽ 30 കൊല്ലം ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടി വന്നു എനിക്ക്. എന്തിനാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ പറഞ്ഞില്ലേ, അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏതൊരു കാര്യത്തിലെയും അറിവല്ല തിരിച്ചറിവാണ് വലുതെന്ന് പറഞ്ഞില്ലേ. അതാണ് ഇവിടെ മൂപ്പര് പറയുന്ന ഒരു വിഷയം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അൽഹംദുലില്ലക്ക് 30 വർഷം ഇസ്തിഗ്ഫാർ ചൊല്ലിന. എന്തുകൊണ്ടാണ് അത് ചൊല്ലിയത്? അപ്പൊ നാട്ടുകാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അങ്ങനെ അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയതിന്റെ പേരിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? അദ്ദേഹം പറഞ്ഞു, ബഗ്ദാദിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ഇവിടൊക്കെ തീപിടുത്തം ഇങ്ങനെ കൂടാണ്. ബഗ്ദാദിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ഫസ്തഖ്ബലനീ വാഹിദുൻ, എന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, നജാഹാനുതുക, തീപിടുത്തം കൊണ്ടെല്ലാം തകർന്ന് തരിപ്പണമായപ്പോ
മഹാനായ സരിയു സഖ്തി എന്ന് പറയുന്ന പണ്ഡിതരെ, നിങ്ങളുടെ ഷോപ്പ് മാത്രം കത്തിയില്ല, നിങ്ങളുടെ ഷോപ്പ് മാത്രം കത്തിയില്ല, ബാക്കിയുള്ളതൊക്കെ കത്തി തിമർന്ന് തരിപ്പണമായി ചാരമായി പോയി. ഇത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. പിന്നെയാണ് അദ്ദേഹം ആലോചിച്ചത്, എന്റെ ഷോപ്പ് കത്തിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള ആളുകളുടെ ഷോപ്പുകൾ കത്തിപ്പോയില്ലേ, അപ്പൊ അവരുടെ വിഷമത്തിൽ ഞാൻ പങ്കുചേരണമായിരുന്നു. ഞാൻ എന്റെ സന്തോഷം മാത്രമേ അവിടെ പരിഗണിച്ചുള്ളൂ. അദ്ദേഹം പറയാണ്, ആ സമയം മുതൽ ഞാൻ ഖേദിക്കുകയാണ്. കാരണം മറ്റുള്ളവരുടെ എല്ലാം കടകൾ കത്തിച്ചാമ്പലായപ്പോ എന്റെ കട കത്താതിരുന്നതിൽ എങ്ങനെയാണ് എനിക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ തോന്നിയത്? മറ്റുള്ളവരുടെ വിഷമത്തിൽ എന്തുകൊണ്ടാണ് പങ്കാളിയാവാൻ കഴിയാത്തത്? ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം. ഇങ്ങനെയാണ്, നമ്മളെക്കാളും പ്രയോരിറ്റി മറ്റുള്ളവർക്ക് നൽകണം. വലൗ കാന ബിഹിം ഖസാസ. മഹാന്മാരുടെ സമാന്മാരായ സ്വഹാബാക്കളുടെ പ്രത്യേകതകൾ എങ്ങനെയായിരുന്നു? ഖുർആൻ എങ്ങനെയാണ് അവരെ കുറിച്ച് പറഞ്ഞത്? സ്വന്തം വീട് പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് മഹാന്മാരായ സ്വഹാബാക്കള്. സ്വന്തം ഭാര്യയെ പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് മഹാന്മാരായ സ്വഹാബാക്കളെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. എപ്പോഴാണ് ആ സംഭവം നടന്നതെന്നറിയോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയപ്പോ മദീനക്കാരായ അൻസാരികൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളും മദീനയിൽ നിന്ന് ഹിജ്റ പോയി തിരിച്ചു വന്ന സ്വഹാബാക്കളൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോ മക്കക്കാരായ സ്വഹാബാക്കൾക്ക് ഭാര്യമാരില്ല, മക്കക്കാരായ സ്വഹാബാക്കൾക്ക് വീടില്ല. ആ സമയത്ത് എന്താ ചെയ്തത്? 2 ഭാര്യമാരുള്ളവർ മദീനയിൽ നിന്ന് വന്ന ഒരാള്, മക്കയിൽ നിന്ന് വന്ന ഒരു സഹാബിയെ കൊണ്ടുവന്നിട്ട് 2 ഭാര്യയെയും മുമ്പിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ഭാര്യയെ നീ തെരഞ്ഞെടുത്തോ. നമ്മളെ പോലെ നല്ലോണം വെറുപ്പിക്കുന്ന ഭാര്യ എങ്ങനെങ്കിലും ഒഴിവാക്കാന്ന് വിചാരിച്ചിരുന്ന വേഗം കെട്ടിക്കോന്ന് പറഞ്ഞ് കൊടുത്തല്ല. നമ്മൾ അങ്ങനെ ചെയ്യാം. 2 ഭാര്യയുണ്ട്, ഒന്നിനെ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പൊ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല, എന്നാലും മക്കാര് വന്നിട്ടുണ്ടല്ലോ ഒന്നവർക്ക് കൊടുക്കുക, അങ്ങനെ കൊടുത്തല്ല. 2 ആളെ മുമ്പിൽ വെച്ചു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളത് അവർ തിരഞ്ഞെടുത്തു. അപ്പോ ആ പെണ്ണിനെ, ആ ഭാര്യയെ തൊലാഖ് ചൊല്ലി എന്നിട്ട് അവർക്ക് കെട്ടിച്ചു കൊടുത്തു. 2 വീടുണ്ട്. ആ 2 വീടിൽ പ്രിയപ്പെട്ടവരെ ഇഷ്ടമുള്ള വീട് നീ എടുത്തോ. ജോലിയുണ്ട്, ഇഷ്ടമുള്ള വരുമാന മാർഗം നീ എടുത്തു. അതാണ് ഖുർആൻ പറയുന്നത്, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. സ്വന്തമായി അത്യാവശ്യമുള്ള സമയത്ത് പോലും മറ്റുള്ളവരുടെ ആവശ്യത്തിന് പ്രയോറിറ്റി നൽകിയവരാണ് മഹാന്മാരായ സ്വഹാബാക്കള്. ഇതാണ് നമ്മൾ ഗസയിൽ കണ്ടത്, ഇതാണ് നമ്മൾ ഫലസ്തീനിൽ കണ്ടത്. ഫലസ്തീനിലുള്ള പാവപ്പെട്ട ഹമാസിന്റെ പോരാളികളടക്കം 10,000 ആളുകൾ റഫാ അതിർത്തി അടച്ചു വെച്ചതിലൂടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് ഒരുപാട് ആളുകൾ മരിച്ചുപോയപ്പോ അവർ ഇസ്രയേലിൽ നിന്ന് ബന്ദിയാക്കി കൊണ്ടുവന്ന 200 ബന്ദികൾക്ക് സുഭിക്ഷമായി ഭക്ഷണം കൊടുത്തു. അവരാരും പട്ടിണി കിടന്നില്ല, അവര് നഗ്നരാവേണ്ടി വന്നിട്ടില്ല, അവര് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല, അവര് രോഗിയാവേണ്ടി വന്നിട്ടില്ല. 1.5 വർഷക്കാലം പ്രിയപ്പെട്ടവരെ ചൂട് പോലും വെയില് പോലും ഏൽക്കാതെ ഭൂഗർഭ അറകളിൽ എവിടെയാണ് അവരെ താമസിപ്പിച്ചതെന്നറിയില്ല. വളരെ മനോഹരമായി ഒരു ടെൻഷൻ പോലും ഇല്ലാതെ, ഒരു ക്ഷീണം പോലും ഇല്ലാതെ 1.5 വർഷക്കാലം വിറ്റാമിൻ ഡി എന്ന് പറയുന്ന വെയിലിൽ നിന്ന് കിട്ടേണ്ട വിറ്റാമിൻ ഡി പോലും ലഭിക്കാത്തവർ എങ്ങനെയാണ് അത്രയും ആരോഗ്യത്തോടെ തിരിച്ചേക്കുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചുപോയത്? എന്നാൽ എല്ലാ സംവിധാനങ്ങളുള്ള, എല്ലാ സൗകര്യങ്ങളുള്ള, സാമ്പത്തികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ഇസ്രയേലിന്റെ തടവറയിൽ 1000കണക്കിന് പാവപ്പെട്ട ഫലസ്തീനികളെ പട്ടിണിക്കിട്ടു, ദരിദ്രരാക്കി, അവരെ നിരന്തരമായി പീഡിപ്പിച്ചിട്ട് അവരുടെ സൗന്ദര്യം പോലും നഷ്ടപ്പെട്ടിട്ട് അവരാരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ, എണീറ്റ് നടക്കാൻ കഴിയാതെ വെറും എല്ലും മുള്ളുകളുമായി ഫലസ്തീനികൾ ഇസ്രയേലിന്റെ തടവറയിൽ നിന്ന് വരുന്ന രംഗം നമ്മൾ കണ്ടതല്ലേ? ഇതാണ് മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയവും മറ്റുള്ള മതങ്ങളുടെ ആശയവും തമ്മിലുള്ള വ്യത്യാസം. ജൂതന്മാരൊക്കെ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. സയോണിസ്റ്റുകളായ ജൂതന്മാർ, ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഫലസ്തീൻ, പട്ടിണിപ്പാവങ്ങളാണ്. എന്നിട്ട് പോലും അവരുടെ അതിഥിയെ വളരെ ഭംഗിയായി സൽക്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നീ പട്ടിണി കിടന്നാലും നിന്റെ അയൽവാസി പട്ടിണി കിടക്കരുത്. ഇത് ഹബീബായ നബി തങ്ങളുടെ ഹദീസാണ്.
നീ പട്ടിണി കിടന്ന് മരിച്ചാൽ അല്ലാഹു തആല അതിന് പകരം നിനക്ക് നൽകുന്നത് സ്വർഗമാണ്. എന്നാൽ നിന്റെ അയൽവാസി പട്ടിണി കിടന്ന് മരിക്കുമ്പോ സുഭിക്ഷമായി വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് അല്ലാഹു നൽകുന്നത് നരകമാണ്. നീ പട്ടിണി കിടന്ന് മരിച്ചാൽ നിനക്ക് സ്വർഗം, നിന്റെ അയൽവാസി പട്ടിണി കിടന്ന് മരിച്ചാൽ, നിന്റെ അശ്രദ്ധയോടെ മരിച്ചാൽ അല്ലാഹു നൽകുന്നത് നരകമായിരിക്കും. ഇസ്ലാമിന്റെ ആശയം ഇതാണ്, മുസ്ലിമീങ്ങൾ പഠിപ്പിക്കുന്ന സംസ്കാരം ഇതാണ്. രണ്ടുപേരും ജയിൽ മോചിപ്പിക്കുന്ന രംഗം കണ്ടാൽ അറിയാ. പ്രിയപ്പെട്ടവരെ, മഞ്ഞ കണ്ണട വെച്ച് നടക്കുന്ന അത്തീസ്റ്റുകളോട്, നവനാസ്തികരോട്, സ്വതന്ത്ര ചിന്താഗതിക്കാരോട്, നിരീശ്വരവാദികളോട്, രവിചന്ദ്രൻ അടക്കമുള്ള എല്ലാ നവനാസ്തികരോടും പറയാനുള്ളത്, പരിശുദ്ധമായ ഇസ്ലാം അവര് കാണിക്കുന്ന സംസ്കാരം എന്താണ്, ഇസ്ലാമിന്റെ ആശയം എന്താണ് എന്ന് ആ ഹമാസിന്റെ പോരാളികള് അവര് 1.5 വർഷക്കാലം നിരന്തരമായി ബോംബ് വർഷിക്കുന്നുണ്ട്. ഫലസ്തീനിലെ അവരുടെ ബങ്കറുകൾ പോലും തകർക്കുന്നുണ്ട്. ആഴങ്ങളിലേക്ക് എത്തിച്ചെല്ലുന്ന ബോംബ് സ്ഫോടനങ്ങളാണ് നടത്തിയത്. 80% ബിൽഡിങ്ങുകൾ തകർന്നു, ഹോസ്പിറ്റലുകൾ തകർന്നു, സ്കൂളുകൾ തകർന്നു, വീടുകൾ തകർന്നു. ഒരു സംവിധാനം പോലും ഇല്ലാത്ത ആ ഗസ എന്ന് പറയുന്ന 9 ഏക്കർ സ്ഥലങ്ങളില് ഇസ്രയേലുകാരൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. ഇസ്രയേലിന്റെ പട്ടാളക്കാർ ആയുധം വെച്ചുകൊണ്ട് കയറാത്ത സ്ഥലമില്ല. ഈ സ്ഥലത്താണ് ഒരു പോറലേൽക്കാതെ, ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ 200 ബന്ദികളെ വളരെ സേഫായി സുരക്ഷിതരായിട്ട് അവര് സംരക്ഷിച്ചത് എന്ന് പറയുമ്പോ ഇസ്ലാം കാണിക്കുന്ന ഈ മനോഹാരിത, മാനവ സൗഹാർദ്ദം, മനുഷ്യനോട് കാണിക്കുന്ന സൗഹാർദ്ദം, സംസ്കാര സമ്പന്നത, പ്രിയപ്പെട്ടവരെ, ഹമാസിന്റെ പോരാളികളിൽ നിന്ന് പഠിക്കൂ. നിങ്ങൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന, നിങ്ങൾ അക്രമികൾ എന്ന് വിളിക്കുന്ന, ഭീകരവാദികൾ എന്ന് വിളിക്കുന്ന ഹമാസിന്റെ പോരാളികളിൽ നിന്ന് പഠിക്കണം. നിങ്ങൾ ഹീറോ ആയി കാണുന്ന ഇസ്രയേലുകാരന്റെ തരം താണ പ്രവർത്തനങ്ങളൊക്കെ, സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഷോ ഓഫുകളൊക്കെ നിങ്ങൾ കാണണം. എന്നിട്ട് പറയണം, നിങ്ങളുടെ ജൂതന്മാർ, നിങ്ങളുടെ ഇസ്രയേലി പട്ടാളക്കാരാണ് ഹീറോ എന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പോലെയുള്ള ആളുകൾക്കല്ലാതെ, കാസയെ പോലെയുള്ള അതേപോലെ തീവ്രവാദ ചിന്ത മനസ്സകങ്ങളിൽ കയറിക്കൂടിയ ഇന്ത്യയിലുള്ള ചില ആളുകൾക്കല്ലാതെ വേറെ ഒരാൾക്കും ഇത് പറയാൻ കഴിയില്ല. അപ്പൊ ഇസ്ലാം എന്താണെന്ന്, ജനിച്ച മണ്ണിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അല്ലാഹു അവരുടെ കൂടെ നിൽക്കാനുള്ള കാരണം അവരുടെ ഈമാനിന്റെ പവറാണ്. പ്രിയപ്പെട്ടവരെ, 9000 ഏക്കറാണ് പ്രിയപ്പെട്ടവരെ ഗസയിലുള്ളത്. ആ 9000 ഏക്കറിൽ ഇസ്രയേലുകാര് നിറയാത്ത ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. ആ സ്ഥലങ്ങളിൽ പോലും അല്ലാഹു തആല എവിടെയാണ് ഈ ബന്ദികളെ സംരക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ അല്ലാഹു അവർക്ക് നൽകിയ പ്രത്യേകമായ ഒരു സംരക്ഷണമാണ്, കഴിവാണത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ ഈമാനിന്റെ പവറാണ്. എല്ലാം തകർക്കപ്പെട്ടാലും, എല്ലാ രാജ്യങ്ങളും നിങ്ങളെ അവഗണിച്ചാലും, ഒരു രാജ്യം പോലും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനില്ലാതെ 1.5 വർഷക്കാലം ലോകത്തിന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സമൂഹത്തെ വളരെ മോശമായ രീതിയിൽ നശിപ്പിച്ചു കളയുമ്പോ നോ പറയാൻ ഒരു രാജ്യവും തയ്യാറായില്ല, അവരെ നിർത്താൻ ഒരു രാജ്യവും തയ്യാറായില്ല. ആ സമയത്ത് പോലും ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞത് അള്ളാഹുവിന്റെ കൂടെ നിന്നാൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളതിന്റെ ഉദാഹരണമാണത്. അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കും. ആരാ വിജയിച്ച? ഇസ്രയേലുകാരാണെന്ന് ഇസ്രയേലുകാർക്ക് തന്നെ അഭിപ്രായമില്ല. ഇസ്രയേലിലുള്ള മാധ്യമങ്ങളൊക്കെ നെതന്യാഹുവിനെ ചോദ്യം ചെയ്യാൻ, ബ്ലിങ്കനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എന്തുണ്ടാക്കി? 1.5 വർഷക്കാലം നിങ്ങൾ എന്തോ അലക്കെ അവിടെ എടുത്തത്? ഹമാസിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്തെന്ന് പറഞ്ഞു. ഹമാസ് അവിടെ ഈയാമ്പാറ്റകളെ പോലെ ആയിരക്കണക്കിന് ഹമാസിന്റെ പോരാളികൾ, ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ പാവപ്പെട്ട പെൺകുട്ടികളെയും ചെറിയ കുട്ടികളൊക്കെ കൊന്നതാണോ വിജയം? അതാണോ വിജയം? ഗസയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 50,000 ആളുകൾക്ക് സ്വർഗം കിട്ടി. ഷഹീദായാൽ സ്വർഗം, അതാണ് ഗസയിലുള്ള വിശ്വാസം. അവർക്ക് 50,000 മരണപ്പെട്ടത് വിഷയമേ അല്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിൽക്കണം. മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅഹു. ഇതൊരു പ്രതിസന്ധിയുടെ ലോകാണ്, പരീക്ഷണങ്ങളുടെ ലോകാണ്, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു ലോകാണ്. ഈ സമയത്ത് ഈമാൻ മുറുകെ പിടിക്കുന്നത് തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെ പ്രയാസമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു തീക്കട്ട കയ്യിൽ പിടിക്കാൻ കഴിയില്ല, നമ്മൾ ഉടനെ കളയും. കയ്യിലേക്ക് തീക്കട്ട വീണ ഉടനെ നമ്മൾ കളയും. അതുപോലെ പ്രയാസാണ് ദീനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ. നല്ലൊരു ദീനിയായിട്ട് ജീവിക്കുന്ന ആളെ കണ്ടാല് ആളുകൾ കളിയാക്കും, ആളുകൾ പരിഹസിക്കും. തന്തവീപ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതുകൊണ്ട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ക്യാമ്പസിലും കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും ഈ ദീനിന്റെ ഐഡന്റിറ്റിയെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. വൈറലാകാൻ തോന്നിവാസങ്ങൾ കാണിക്കരുത്, പഠിച്ചിട്ട് വൈറലാവുക.
നല്ല ഉന്നതമായ മാർക്ക് വാങ്ങിച്ചിട്ട് വൈറലാവുക, ഉന്നതമായ പുതിയ കോൺട്രിബ്യൂഷൻ കണ്ടുപിടുത്തങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുക, നമ്മളിൽ നിന്ന് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുക, രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകുക, IAS-കാരായി വലിയ ഉന്നതമായ ഉദ്യോഗസ്ഥ മേഖലയിൽ എത്തുന്ന സയന്റിസ്റ്റുകളായി, ശാസ്ത്രജ്ഞന്മാരായി, നാസയിലേക്ക് അടക്കം പോയി അവിടെയെങ്കിലും അവരുടെ ഓരോ കോൺട്രിബ്യൂഷനിൽ പങ്കാളികളാവുന്ന ഒരു ശാസ്ത്രീയ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ ഭൗതിക മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളായി രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാം. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചില അടയാളങ്ങൾ ബാക്കി വെച്ച് മരിക്കണം എന്നൊരു ചിന്തയും താല്പര്യവും ആഗ്രഹവും നമ്മളിൽ ഉണ്ടാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.